രാത്രിയിൽ വായിച്ച വേദഭാഗത്തിലേക്ക് നിങ്ങളുടെ ശ്രദ്ധയെ വീണ്ടും ഞാൻ കൊണ്ടുവരുന്നു. 34-ാം സങ്കീർത്തനം 18-ാമത്തെ തിരുവചനം. ഹൃദയം നുറുങ്ങിയവർക്ക് യഹോവ സമീപസ്ഥൻ, മനസ്സു തകർന്നവരെ അവൻ രക്ഷിക്കുന്നു. ദൈവം ആർക്കാണ് സമീപസ്ഥൻ? ദൈവം ആരെയാണ് രക്ഷിക്കുന്നത്? ഒറ്റ വാക്കിൽ ബൈബിൾ മറുപടി പറയുന്നു: ഹൃദയം നുറുങ്ങിയവർക്ക് യഹോവ സമീപസ്ഥൻ, മനസ്സ് തകർന്നവരെ അവൻ രക്ഷിക്കുന്നു. 147-ാം സങ്കീർത്തനത്തിന്റെ 3-ാം വാക്യത്തിൽ ദാവീദ് പറയുന്നു: മനം തകർന്നവരെ അവൻ സൗഖ്യമാക്കുകയും അവരുടെ മുറിവുകളെ അവൻ കെട്ടുകയും ചെയ്യുന്നു. ആരുടെ മുറിവുകളെയാണ് ദൈവം കെട്ടുന്നത്? ആരെയാണ് അവൻ സൗഖ്യമാക്കുന്നത്? അവിടെയും രേഖപ്പെടുത്തിയിരിക്കുന്നു, മനം തകർന്നവരെ. ബ്രോക്കൺ ഹാർട്ടഡ്, ഹൃദയം നുറുങ്ങിയവരെ, ഹൃദയം തകർന്നവരെ. ദൈവം ആരെയാണ് നിരസിക്കാത്തത്? 51-ാം സങ്കീർത്തനം 17-ാം വാക്യത്തിൽ ദാവീദ് പറയുന്നു: ദൈവത്തിന്റെ ഹനനയാഗങ്ങൾ തകർന്നിരിക്കുന്ന മനസ്സ്, തകർന്നും നുറുങ്ങിയും ഇരിക്കുന്ന ഹൃദയത്തെ നീ നിരസിക്കുകയില്ല. ഇന്ന് രാത്രിയിൽ ഞാൻ ദൈവത്തിന്റെ വചനത്തിലേക്ക് എൻ്റെ കണ്ണുകളെ ഓടിക്കുമ്പോൾ ബ്രോക്കണായിട്ടുള്ള, തകർന്നിരിക്കുന്ന, ഹൃദയം നുറുങ്ങിയ, വേദനയോടെ ആയിരിക്കുന്ന വ്യക്തിത്വങ്ങളെ മറന്നുകളയാത്ത, അവരെ സൗഖ്യമാക്കുന്ന, അവരുടെ മുറിവുകളെ കെട്ടുന്ന, അവർക്കായി അത്ഭുതങ്ങളെ ചെയ്യുന്ന, സർവോപരിയായി അവരുടെ പ്രാർത്ഥനകൾക്ക് മറുപടി അയക്കുന്ന കർത്താവിനെ തിരുവെഴുത്തുകളിൽ, ജീവിതത്തിലുടനീളം അനേകരുടെ അനുഭവങ്ങളിൽ ഞാൻ കാണുകയാണ്. ഇന്ന് ഒരുപാട് പേരോട് പരിശുദ്ധാത്മാവ് പ്രവചനാത്മാവിൽ ഇന്ന് പലരോടും സംസാരിച്ചു. ഇന്നലെ രാത്രിയിലും കർത്താവ് സൗഖ്യമാക്കി. കഴിഞ്ഞ ദിവസം കൊല്ലത്തെ മീറ്റിങ്ങിൽ, പുനലൂർ മീറ്റിങ്ങിൽ, കട്ടപ്പന മീറ്റിങ്ങിൽ, എനിക്ക് പറയാൻ അറിയില്ല, പോയ സ്ഥലങ്ങളിൽ, ശുശ്രൂഷിച്ച ഇടങ്ങളിലെല്ലാം ദൈവത്തിന്റെ പ്രവർത്തികൾ ഞാൻ കണ്ടു. അടുത്ത് നിന്ന് പ്രാർത്ഥിക്കുന്ന, ശുശ്രൂഷിക്കുന്ന ഒരു മനുഷ്യൻ എന്ന നിലയിൽ സത്യസന്ധമായി എൻ്റെ പ്രിയപ്പെട്ടവരെ ഞാൻ പറയുന്നു, ഈ തമ്പുരാൻ പ്രവർത്തിച്ചതെല്ലാം ഹൃദയം നുറുങ്ങിയവർക്ക് വേണ്ടിയിട്ടാണ്. എല്ലാം തികഞ്ഞ ആരുടെയും മുൻപിൽ ദൈവം തന്റെ അത്ഭുതങ്ങളെ വിളമ്പുന്നത് ഞാൻ കണ്ടില്ല. ഞാനെന്തോ വലിയ സംഭവമാണ് എന്ന ചിന്തയിലിരുന്ന ഒരു വ്യക്തിയുടെയും അരികിലേക്ക് യേശു ചെല്ലുന്നത് ഞാൻ കണ്ടില്ല. പല സന്ദർഭങ്ങളിലും ദൈവമേ, ഇന്ന് ഈ മീറ്റിങ്ങിൽ ഏറ്റവും ഒടുവിൽ ഞാൻ ആളുകളോട് പ്രൊഫസി ചെയ്തിട്ട്, പ്രൊഫറ്റിക് റിലത്തിൽ മിനിസ്റ്റർ ചെയ്തിട്ട് ഞാനിങ്ങനെ ഇറങ്ങാൻ തയ്യാറെടുക്കുമ്പോൾ ഞാനൊരു ഡ്രൈവറെ, വണ്ടി ഓടിക്കുന്ന ഒരു മനുഷ്യനെ എൻ്റെ ആത്മാവിൽ ഞാൻ കാണുകയാണ്. എന്നിട്ട് ഞാൻ അത് ചോദിക്കുന്നു. അദ്ദേഹം വിദേശത്ത് ഡ്രൈവിംഗ് ചെയ്യുന്ന ഒരു മനുഷ്യനാണോ ചോദിക്കുന്നു. അങ്ങനെയാണെന്ന് പറയുന്നു. ആ സഹോദരിയോട് വീണ്ടും ആഴത്തിൽ അവരുടെ കുടുംബത്തോടുള്ള ബന്ധത്തിൽ, ജീവിതത്തോടുള്ള ബന്ധത്തിൽ ദൈവം സംസാരിക്കാൻ തുടങ്ങുന്നു. ഹസ്ബൻഡ് ആ മകളെ ഡിവോഴ്സ് ചെയ്യുവാൻ എല്ലാ പേപ്പറുകളും ചലിപ്പിച്ചിരിക്കുന്നു. കഴിഞ്ഞ ഏറെക്കുറെ മാസങ്ങളും ആഴ്ചകളുമായിട്ട് അദ്ദേഹം യാതൊരു സ്നേഹവുമില്ലാതെ പെരുമാറുന്നു. അവരെ മെന്റലി ഭയങ്കരമായി ടോർച്ചർ ചെയ്യുന്നു. അവർ ചങ്ക് തകർന്ന് പൊട്ടി തകർന്നാണ് ആ മീറ്റിങ്ങിൽ ആ പുറകിൽ വന്ന് നിന്നത്. ഞാൻ പോകാൻ ഇറങ്ങുമ്പോൾ കർത്താവിന്റെ ആത്മാവ് അവരെ കുറിച്ച് സംസാരിക്കുകയാണ്, വെളിപ്പെടുത്തുകയാണ്. ഞാനിത് ഒരു തവണയല്ല, 10 തവണയല്ല, 100 തവണയല്ല, 1000 തവണ പലയിടങ്ങളിലും ഇത് ഞാൻ കണ്ടിട്ടുണ്ട്. ഹൃദയനുറുക്കത്തോടെ, ആവശ്യബോധത്തോടെ ദൈവത്തിന്റെ സന്നിധിയിൽ വന്നിരിക്കുന്ന വ്യക്തികളോട് ഇടപെടുന്ന, മറക്കാതെ അവരെ തൊടുന്ന, അവരെ നിറച്ചയക്കുന്ന, അവർക്ക് വേണ്ടി അത്ഭുതം ചെയ്യുന്ന കർത്താവിനെ ഞാൻ എല്ലാ മേഖലകളിലും, എല്ലാ സ്ഥലങ്ങളിലും, സമയ സ്ഥല പരിമിതികളില്ലാതെ ഞാൻ കാണുന്നു. ഇന്ന് രാത്രിയിലും ദൈവത്തിന്റെ ആത്മാവ് ചോദിക്കുന്നു, ഒരു ഹൃദയനുറുക്കത്തോടെയാണോ നീ ദൈവസന്നിധിയിൽ വന്നിരിക്കുന്നത്? ഒരാവശ്യബോധത്തോടെയാണോ നീ ദൈവസന്നിധിയിൽ വന്നിരിക്കുന്നത്? സ്വർഗത്തിലെ ദൈവം നിന്റെ പ്രാർത്ഥനകൾക്ക് മറുപടി അയക്കും.
ലൂക്കോസ് 18:10 മുതൽ 14 വരെയുള്ള വാക്യങ്ങളിൽ നാം കാണുന്നു 2 പേർ ദൈവാലയത്തിൽ പ്രാർത്ഥിക്കാൻ പോകുന്നു. ഒരുത്തൻ പരീശൻ, മറ്റവൻ ചുങ്കക്കാരൻ. പരീശൻ പ്രാർത്ഥിച്ചു, ദൈവമേ, ഞാൻ ഈ കാണുന്ന വ്യഭിചാരികളെ പോലെയോ പിടിച്ചുപറിക്കാരെ പോലെയോ നീതികെട്ടവന്മാരെ പോലെയോ അല്ല. ദേ അവിടെ ഒരുത്തന് നിന്ന് പ്രാർത്ഥിക്കുന്ന കണ്ടോ, ഒരു ചുങ്കക്കാരൻ. ഞാൻ അവനെ പോലെയല്ല. ഞാൻ കൃത്യമായി പദാരം കൊടുക്കുന്നവനാണ്, ഞാൻ കൃത്യമായി പ്രാർത്ഥിക്കുന്നവനാണ്, ഞാൻ ഭക്തിയോടെ ജീവിക്കുവാൻ ശ്രമിക്കുന്നവനാണ്. എന്നാൽ 13ാമത്തെ വാക്യത്തിലേക്ക് വരുമ്പോൾ ചുങ്കക്കാരനോ ദൂരത്ത് നിന്നുകൊണ്ട് സ്വർഗത്തിലേക്ക് നോക്കാൻ പോലും തുനിയാതെ മാറത്തടിച്ച്, ദൈവമേ എന്നോട് കരുണ ഉണ്ടാകണമേ എന്ന് പ്രാർത്ഥിച്ചു. അവനൊരു ബ്രോക്കൺ പേഴ്സൺ ആയിരുന്നു. അവനൊരു ഹൃദയം തകർന്ന മനുഷ്യനായിരുന്നു. വേദപുസ്തകം പറയുന്നു, ഞാൻ പ്രാർത്ഥന കൈക്കൊണ്ടത്, ഞാൻ പ്രാർത്ഥന കേട്ടത് വലിയ കവർ പള്ളിക്ക് കൊടുക്കുന്നവന്റെ അല്ല, ഞാൻ ഉപവസിക്കുന്നു പ്രാർത്ഥിക്കുന്നു എന്ന് പറഞ്ഞവന്റെ അല്ല, ഞാൻ വിശുദ്ധിയുടെ വേഷം ധരിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞവന്റെ അല്ല. ചങ്ക് തകർന്ന് ദൈവമേ എന്ന് വിളിച്ച ആ ബ്രോക്കൺ ആയിട്ടുള്ള ഹൃദയം നുറുങ്ങിയവന്റെ പ്രാർത്ഥനയ്ക്കാണ് ഞാൻ മറുപടി അയച്ചത്. ഇന്ന് രാത്രിയിലും ഇതിനകത്ത് ആ കൈകളൊന്ന് അടിച്ച് കർത്താവിന് ചില മിനിറ്റുകൾ ഒന്ന് നന്ദി പറയാൻ തയ്യാറായ യേശുവേ, oh in the name of Jesus. Thank you Lord. ഞാൻ ഇന്നലെ രാത്രിയിൽ നിങ്ങളോട് ബ്രോക്കൺ പേഴ്സൺസിനെ കുറിച്ച് സംസാരിച്ചു. അബ്രഹാമിനെ കുറിച്ച്, മക്കളില്ലാത്ത വൃദ്ധനെ കുറിച്ച്, ശരീരത്തിന്റെ ബലം ക്ഷയിച്ചതും തന്റെ ഭാര്യയുടെ ഗർഭപാത്രത്തിന്റെ ആ അവസ്ഥ അറിഞ്ഞ് താൻ നിലവിളിച്ചതും I explained hours, മണിക്കൂറുകൾ ഞാനത് വ്യാഖ്യാനിച്ചു. ഞാൻ ഏലിയാവിനെ കുറിച്ച് നിങ്ങളോട് സംസാരിച്ചു. മരിക്കണമെന്ന് ദൈവത്തോട് പ്രാർത്ഥിച്ചവൻ, ആത്മഹത്യ ചെയ്യുവാൻ വ്യക്തിപരമായി തീരുമാനിച്ചവൻ, ആ മനുഷ്യനെ ദൈവം വിടുവിച്ചത് പരിശുദ്ധാത്മാവ് സംസാരിച്ചു. മോശയെ കുറിച്ച്, ഇങ്ങനെ ഒത്തിരി ഗിദെയോനെ കുറിച്ച്, രാഹാബ് എന്ന ഒരു വേശ്യാ സ്ത്രീയെ കുറിച്ച് ഇന്നലെ രാത്രിത്തെ ശുശ്രൂഷയിൽ ഞാൻ നിങ്ങളോട് സംസാരിച്ചു. ഈ വീഡിയോ ഇന്ന് രാത്രിയിൽ ഞാനിത് പറയുമ്പോൾ ഇത് കണ്ടിട്ടില്ലാത്തവർ ഇന്നലെ രാത്രിയിലത്തെ സെഷൻ ദയവായി യൂട്യൂബിൽ അവൈലബിൾ ആണ്. നിങ്ങൾ ദയവായി ആ വീഡിയോ കാണാൻ ശ്രമിക്കുക. ഹല്ലേലൂയ. ബ്രോക്കൺ പേഴ്സൺസ്, ബ്രോക്കൺ ഹാർട്ടഡ്, ഹൃദയം നുറുങ്ങിയ വ്യക്തികൾ, ഹൃദയം നുറുങ്ങിയ മനുഷ്യർ ദൈവത്തിന് ഏറ്റവും പ്രധാനപ്പെട്ടവരാണ്. Thank you Holy Spirit. ഞാൻ ബൈബിളിൽ ഒരു സ്ത്രീ അങ്ങനെ കാണുന്നു. അവളെ നമ്മൾ വിശേഷിപ്പിക്കുന്നത് ശമരിയക്കാരി സ്ത്രീ എന്നാണ്. ശമരിയക്കാരി സ്ത്രീ. വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷം 4-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ നമുക്ക് ആ സഹോദരിയെ വിശുദ്ധ ബൈബിളിൽ ദർശിക്കാൻ കഴിയുന്നു. യോഹന്നാൻ സുവിശേഷം 4-ാം അധ്യായത്തിന്റെ 4 മുതലുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ അവൻ ശമരിയയിൽ കൂടി കടന്നു പോകേണ്ടി വന്നു. അങ്ങനെ അവൻ സുഖാർ എന്നൊരു ശമരിയ പട്ടണത്തിൽ യാക്കോബ് തന്റെ പുത്രനായ യോസഫിന് കൊടുത്ത നിലത്തിനരികെ എത്തി. 6-ാമത്തെ വാക്യം പറയുന്നു, അവൻ വഴി നടന്ന് ക്ഷീണിച്ച് ഉറവിനരികെ ഇരുന്നു. 7-ാം വാക്യം, ഒരു ശമരിയ സ്ത്രീ വെള്ളം കോരുവാൻ വന്നു. യേശു അവളോട്, എനിക്ക് കുടിപ്പാൻ തരുമോ എന്ന് ചോദിച്ചു. 9-ാം വാക്യത്തിൽ ബൈബിൾ പറയുന്നു, ശമരിയ സ്ത്രീ അവനോട്, നീ യഹൂദനായിരിക്കെ ശമരിയക്കാരിയായ എന്നോട് കുടിക്കാൻ ചോദിക്കുന്നത് എങ്ങനെയെന്ന് പറഞ്ഞു. യഹൂദർക്കും ശമരിയർക്കും തമ്മിൽ സമ്പർക്കം ഇല്ലായിരുന്നു. 10-ാമത്തെ വാക്യത്തിൽ ആ സ്ത്രീയോട് യേശു പറയുന്നു, നീ ദൈവത്തിന്റെ ദാനവും നിന്നോട് കുടിക്കുവാൻ ചോദിക്കുന്നവൻ ആരെന്ന് നീ അറിഞ്ഞെങ്കിൽ നീ അവനോട് ചോദിക്കുകയും അവൻ ജീവനുള്ള വെള്ളം നിനക്ക് തരുകയും ചെയ്യുമായിരുന്നു എന്ന് ഉത്തരം പറഞ്ഞു. താഴോട്ട് വായിക്കുമ്പോൾ 17-18 വാക്യങ്ങളിൽ യേശു അവളോട്, പോയി ഭർത്താവിനെ വിളിച്ചു കൊണ്ടുവരിക. അവൾ പറഞ്ഞു, എനിക്ക് ഭർത്താവില്ല. യേശു അവളോട്, 5 ഭർത്താക്കന്മാർ നിനക്കുണ്ടായിരുന്നു, ഇപ്പോൾ ഉള്ളവൻ ഭർത്താവല്ല. നീ പറഞ്ഞത് സത്യം തന്നെ എന്ന് യേശു പറഞ്ഞു. സ്ത്രീ അവനോട്, യജമാനനെ, നീ ഒരു പ്രവാചകനെന്ന് ഞാൻ കാണുന്നു. 5 ഭർത്താക്കന്മാർ ഉണ്ടായിരുന്നു.
അവൾ ഡിവോഴ്സ്ഡ് ആണ്, അവൾ തകർന്നവളാണ്, അവൾ ബ്രോക്കൺ ഹാർട്ടഡ് ആണ്, ജീവിതത്തിൽ പരാജയങ്ങൾ ഏറ്റുവാങ്ങിയവളാണ്. ഇന്ന് രാത്രിയിൽ എന്നെ എത്ര പേർ ശ്രദ്ധിക്കുന്നു? യേശു കർത്താവ് ശമരിയയിൽ ഈ കിണറിന്റെ സൈഡിൽ കർത്താവ് വന്നിരിക്കുകയാണ്. ഒന്ന്, ഒരു യഹൂദൻ പോകാൻ പാടില്ലാത്ത സ്ഥലമാണ് ശമരിയ. ആർ യു ലിസണിങ് മീ? ഐ ആം കമ്മിങ്. നിങ്ങൾ അനങ്ങാതിരിക്കുന്നത് കൊണ്ട് ഞാൻ നിങ്ങളുടെ അടുത്തോട്ട് വരികയാണ്. ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. ബൈബിൾ പറയുന്നു യഹൂദന്മാരും ശമര്യരും തമ്മിൽ സമ്പർക്കം ഇല്ലായിരുന്നു. Look at that word. Thank you, Holy Spirit. Word 9. യഹൂദർക്കും ശമര്യർക്കും തമ്മിൽ സമ്പർക്കം ഇല്ലായിരുന്നു. ഒന്ന്, ഒരു യഹൂദനും ശമര്യയിൽ പോകത്തില്ല. ഇനി ഏതെങ്കിലും ഒരു യഹൂദൻ ശമര്യക്ക് പോയാൽ, നിങ്ങൾ എങ്ങനെ എനിക്ക് പറഞ്ഞു മനസ്സിലാക്കണമെന്ന് അറിയത്തില്ല, ഇന്ത്യ പാകിസ്ഥാൻ പോലെയായിരുന്നു. ഇനി അതിനപ്പുറത്ത് വേറെ എന്നാ പറയണ്ടേ? ഇതിനകത്ത് ഒത്തിരി ചരിത്രങ്ങളുണ്ട്. എന്തുകൊണ്ടാണ് ശമര്യരും യഹൂദന്മാരും തമ്മിൽ ശത്രുത ഉണ്ടായത്? അതിന് പ്രധാനമായും അന്നത്തെ കാലഘട്ടത്തിൽ, ആ യുദ്ധം നടന്ന കാലഘട്ടത്തിൽ രാജാക്കന്മാരുടെ പുസ്തകത്തിൽ അത് രേഖപ്പെടുത്തിയിട്ടുണ്ട്. ശമരിയക്കാരികളായ സ്ത്രീകൾ യഹൂദന്മാരായ പുരുഷന്മാരെ വശീകരിച്ച് അങ്ങനെ ആ യുദ്ധത്തിൽ സംഭവിച്ച പരാജയങ്ങളെ കുറിച്ചും ആ യുദ്ധത്തിൽ ഉണ്ടായ വീഴ്ചകളെ കുറിച്ചും ഒക്കെ ചരിത്രങ്ങളിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ദിനവൃത്താന്ത പുസ്തകത്തിൽ, രാജാക്കന്മാരുടെ പുസ്തകങ്ങളിൽ. ഇനി ഒരിക്കലും ഒരു യഹൂദൻ ശമരിയ പോകുകയില്ല. പോയാലും ഇനി അബദ്ധവശാൽ വഴിയെങ്ങാനും തെറ്റി ശമരിയെ ചെന്ന് പെട്ടാലും ഒരിക്കലും ശമരിയയിലുള്ള ഒരു സ്ത്രീകളോടും മിണ്ടാൻ പാടില്ല. ഹല്ലേലൂയ. ഇങ്ങനൊരു സാഹചര്യത്തിൽ യേശു കർത്താവ് ആ ദേശത്തിലെ ഒരു കിണറിന്റെ കരയിൽ ഇങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കുന്നു. ശിഷ്യന്മാരോട് പറഞ്ഞു, ഞാൻ ഇവിടെ ഇരിക്കുകയാണ്, നിങ്ങൾ പോയി എന്തെങ്കിലും ഫുഡോ വല്ലതും വാങ്ങിച്ചോണ്ട് വരാൻ പറഞ്ഞു. ഈ ശിഷ്യന്മാർ ഭക്ഷണ സാധനങ്ങൾ വാങ്ങാൻ പോയ സമയത്തിൽ ഒരു ശമരിയക്കാരിയായ സ്ത്രീ ആ കിണറ്റിൽ വെള്ളം കോരുവാൻ വന്നു. നോർമലി യേശു കർത്താവ് അവളോട് ചോദിച്ചു, സിസ്റ്ററെ, എനിക്ക് കുടിക്കാൻ അല്പം വെള്ളം തരുമോ? ഉടനെ ഈ ശമരിയക്കാരി സ്ത്രീ യേശുവിനെ നോക്കിയിട്ട് പറഞ്ഞു, നീ ഒരു യഹൂദൻ ആയിരിക്കെ, look at that word, നീ ഒരു യഹൂദൻ ആയിരിക്കെ. എങ്ങനെ മനസ്സിലായി യേശു യഹൂദനാണെന്ന്? ബിക്കോസ് ഓഫ് ദ ഡ്രസ് കോഡ്. ഡ്രസ് കോഡ്. ഹല്ലേലൂയ. നമ്മള് ചിന്തിക്കുന്ന പോലെ ഈശോ മശിഹായുടെ തലയ്ക്ക് ചുറ്റും ഒരു ലൈറ്റ് ഒന്നും ഇല്ലായിരുന്നു. ആരും മിണ്ടുന്നില്ലല്ലോ. യഹൂദനാണെന്ന് എങ്ങനെ മനസ്സിലായി? ഡ്രസ് കോഡ്. യഹൂദന്മാർ ഉപയോഗിക്കുന്ന തലീത്ത്, ഒറ്റ വസ്ത്രം. ഈ വിദേശത്ത് ചെല്ലുമ്പോൾ UAE-യിലുള്ള, ദുബായിലുള്ള അറബികളെ നമുക്കറിയാൻ കഴിയും, സ്ഥിരമായി യാത്ര ചെയ്യുന്നവർക്ക്. ഒമാനിലുള്ള അറബ്സിനെ നമുക്കറിയാൻ കഴിയും. എല്ലാവരും അറബ്സ് ആണെങ്കിലും ഒമാനികൾക്കൊരു ഡ്രസ് കോഡ് ഉണ്ട്. ദുബായിലുള്ള അറബ്സിന് ഒരു ഡ്രസ് കോഡ് ഉണ്ട്. സൗദിയിലുള്ള അറബികളെ കണ്ടാൽ അറിയാം, അവർക്കൊരു ഡ്രസ് കോഡ് ഉണ്ട്. ഹല്ലേലൂയ. മലയാളി അമ്മച്ചിയെ ചട്ടയും മുണ്ടും എടുത്ത തൃശ്ശൂക്കാരി അമ്മച്ചിയെ കണ്ടാൽ നമുക്കറിയാം മലയാളി അമ്മച്ചിയാന്ന്. ഓ, പ്രൈസ് ദി ലോർഡ്. യേശുവിനെ അവൾ നോക്കിയിട്ട് പറഞ്ഞു, നീ ഒരു യഹൂദനായിരിക്കെ എന്നോട് വെള്ളം കുടിക്കാൻ ചോദിക്കുന്നു. അതിന്റെ അർത്ഥം എന്നാണെന്നറിയാവോ? നിങ്ങളാരും
ഞങ്ങളോട് വെള്ളം ചോദിച്ചിട്ടുമില്ല, ഞങ്ങളാരും നിങ്ങൾക്ക് വെള്ളം കുടിക്കാൻ തന്നിട്ടുമില്ല. ആളോടക്ക. പ്രൈസ് ദി ലോർഡ്. രണ്ട്, ഇവൾ പറയുന്നത് റിലീജിയനാണ്, ഇവൾ പറയുന്നത് മതമാണ്. വഴക്കുണ്ടാക്കാൻ പറ്റിയ സബ്ജക്റ്റ് ആണ്. നിങ്ങളുടെ മതക്കാർ ഞങ്ങളുടെ മതക്കാരോട് വെള്ളം കുടിക്കാൻ ചോദിച്ചിട്ടില്ല, ഞങ്ങളുടെ മതക്കാർ നിങ്ങളുടെ മതക്കാർക്ക് വെള്ളം കുടിക്കാൻ തന്നിട്ടുമില്ല. ഇതുപോലെ വഴക്കുണ്ടാക്കാൻ, ഇതുപോലെ തർക്കിക്കാൻ പറ്റിയ സബ്ജക്റ്റ് വേറെ എന്തുണ്ട്? ഇന്ന് ഏത് സോഷ്യൽ മീഡിയ നോക്കിയാലും, എന്ത് സംഭവം എടുത്തു നോക്കിയാലും, ബിക്കോസ് ഓഫ് ദ റിലീജിയൻ, മതങ്ങളുടെ പേരിലാണ് വഴക്കുകൾ, മതങ്ങളുടെ പേരിലാണ് വോട്ട് ചോദിക്കുന്നത്, മതങ്ങളുടെ പേരിലാണ് many things is happening. Not one or two or three, lot of things is happening. പക്ഷെ യേശു ഞങ്ങളുടെ മതക്കാർ നിങ്ങളുടെ മതക്കാർക്ക് വെള്ളം കുടിക്കാൻ തന്നിട്ടുമില്ല, നിങ്ങളുടെ മതക്കാർ ഞങ്ങളോട് വെള്ളം കുടിക്കാൻ ചോദിച്ചിട്ടുമില്ല. വഴക്കുണ്ടാക്കാൻ ആർഗ്യുമെന്റേഷനായി ഇവൾ ഒരു സബ്ജക്ട് മുന്നിലോട്ട് ഇടുമ്പോൾ യേശു പറഞ്ഞു, ഓക്കെ, ദാറ്റ്സ് ഫൈൻ, ദാറ്റ്സ് ഫൈൻ. ഞാൻ ഈ കിണറ്റുകരയിൽ വന്നിരിക്കുന്നത് അല്ലല്ല, ഞാൻ ഈ ഭൂമിയിൽ വന്നത് തർക്കിക്കാനും വാദിക്കാനും വഴക്കുണ്ടാക്കാനും അല്ല. I am not a part of argumentation. I am the God of confirmation. Hallelujah. I am not the God of argumentation. Hallelujah. നീ എനിക്ക് വെള്ളം കുടിക്കാൻ തരണ്ട. ആ സ്ത്രീയോട് യേശു പറയുന്നു, ഞാൻ നിനക്ക് വെള്ളം കുടിക്കാൻ തരാം. അത് നീ കിണറ്റിൽ നിന്ന് കോരുന്ന കുടിവെള്ളമല്ല. ഈ കുടിവെള്ളം നീ കുടിച്ചാൽ നിനക്ക് പിന്നെയും ദാഹിക്കും. എന്നാൽ നിന്റെ അപ്പനും വല്യപ്പനും കുടുംബക്കാർക്കും യാക്കോബിനും ഈസഹാക്കിനും നിന്റെ തലമുറകൾക്കും പിതാക്കന്മാർക്കും ഈ ലോകത്തിലെ ആർക്കും തരാൻ കഴിയാത്ത എന്നേക്കുമായി നിന്റെ ദാഹത്തെ പോക്കുന്ന, എന്നേക്കുമായി നിന്റെ ദാഹത്തെ തീർക്കുന്ന, എന്നേക്കുമായി നിന്റെ ദാഹത്തെ തീർക്കുന്ന, എന്നേക്കുമായി നിന്റെ വിഷയത്തെ പരിഹരിക്കുന്ന ജീവനുള്ള വെള്ളം, ജീവനുള്ള വെള്ളം ഞാൻ നിനക്ക് തരാം. ഇന്ന് രാത്രിയിൽ ഈ ലോകത്തിലെ മതം തരുന്നത്, മനുഷ്യൻ തരുന്നത്, സംഘടനകൾ തരുന്നത്, വ്യക്തികൾ തരുന്നത് താൽക്കാലികമാണ്, അത് അല്പസമയത്തേക്കുള്ളതാണ്. എന്നാൽ നിലനിൽക്കുന്ന ആ കൈകളെ തട്ടി കർത്താവിൽ നിന്ന് സ്വീകരിച്ച് നിലനിൽക്കുന്ന ജീവനുള്ള വെള്ളം ഞാൻ നിനക്ക് നൽകാം. Come on, put your hand together and praise the Lord. Shalama mama mara chalama mama. Richalama ya tolobo shandana na namos. മൂന്ന് കാര്യങ്ങളാണ് യേശുവോട് പറഞ്ഞത്. ഒന്ന്, നീ ദൈവത്തിന്റെ ദാനവും. നിന്നോട് കുടിക്കാൻ, വാക്യം 10 വേർഡ് 10, നീ ദൈവത്തിന്റെ ദാനവും നിന്നോട് കുടിക്കുവാൻ ചോദിക്കുന്നവൻ ആരെന്നും അറിഞ്ഞെങ്കിൽ നീ അവനോട് ചോദിക്കുകയും അവൻ ജീവനുള്ള വെള്ളം നിനക്ക് തരുകയും ചെയ്യുമായിരുന്നു. മൂന്ന് കാര്യങ്ങൾ നീ അറിയണം. ഒന്ന്, നീ you are the gift of God. Amen. നീ ദൈവത്തിന്റെ ദാനമാണ്. പറയാമോ, ഞാൻ ദൈവത്തിന്റെ ദാനമാണ്. ഞാൻ അനുഭവിക്കുന്നതെല്ലാം ദൈവത്തിന്റെ ദാനമാണ്. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, ഈ ഭൂമിയിൽ ദൈവം നൽകിയ ഒരു പിടി ദാനവും ദൈവം നൽകിയ നന്മയും അനുഭവിച്ച് ജീവിക്കുന്നവരാണ് നമ്മൾ. ഈ ഭൂമിയിൽ കാണുന്ന വായു ദൈവത്തിന്റെ ദാനമാണ്. പെയ്തിറങ്ങുന്ന മഴ ദൈവത്തിന്റെ ദാനമാണ്. ജലം ദൈവത്തിന്റെ ദാനമാണ്. വെളിച്ചം ദൈവത്തിന്റെ ദാനമാണ്. ഈ ആയുസ് ദൈവത്തിന്റെ ദാനമാണ്. ഈ ആരോഗ്യം ദൈവത്തിന്റെ ദാനമാണ്. ഇന്ന് രാത്രിയിൽ നീ ധരിച്ചിരിക്കുന്ന വസ്ത്രം ദൈവത്തിന്റെ ദാനമാണ്. നീ കഴിച്ച ആഹാരം ദൈവത്തിന്റെ ദാനമാണ്. Everything. Hallelujah. Everything. Yes.
ഹല്ലേലൂയ. നമ്മൾക്ക് നിസ്സാരമായി കാണുന്നത് പലതും ഏറ്റവും ഇമ്പോർട്ടന്റ് ആണ്. നിങ്ങൾക്ക് 1.5 കോടി രൂപ വിലയുള്ള ഒരു കാർ ഉണ്ടെങ്കിലും ആ കാറിന്റെ ടയറിനകത്ത് എയർ ഇല്ലെങ്കിൽ, അത് പഞ്ചറായാൽ സൈഡിൽ ഇടാനേ പറ്റുള്ളൂ. 1000 ടൺ ഭാരം വലിച്ചോണ്ട് പോകുന്ന ഒരു കണ്ടെയ്നർ, ആ കണ്ടെയ്നറിന്റെ ടയറുകൾ, അതിനകത്ത് എയർ, അതിനകത്ത് പ്രഷറാണ് ആ വെയിറ്റിനെ പിടിച്ചു നിർത്തിയിരിക്കുന്നത്. ആ ടയറിനകത്തുള്ള കാറ്റ് പോയാൽ, എയർ പോയാൽ, പഞ്ചറായാൽ ഈ 1000 ടണ്ണും സൈഡിലോട്ട് ഒതുക്കാനേ പറ്റുള്ളൂ. എയർ വീട്ടിൽ നിന്ന് ആരും കൊണ്ടുവരുന്നതല്ല, അത് ദൈവത്തിന്റെ ദാനമാണ്. ലൈവിന്റെ സൗണ്ട് ഒന്ന് കട്ട് ചെയ്യൂ. Hallelujah. Hallelujah. Lift up your voice and praise hallelujah. Hallelujah. ദൈവത്തിന്റെ ദാനമാണ്. ഈ കോവിഡിന്റെ സമയത്ത് ഒരുപാട് ആളുകൾ ഓക്സിജൻ മേടിക്കാൻ, ഓക്സിജൻ സിലിണ്ടറുകൾ വാങ്ങിക്കാൻ റേഷൻ കടയുടെ മുമ്പിൽ റേഷൻ വാങ്ങിക്കാൻ ക്യൂ നിൽക്കുന്നത് പോലെ ക്യൂ നിൽക്കുന്ന കാഴ്ച നിങ്ങൾ കണ്ടു. ഓക്സിജന്, പ്രാണവായുവിന് ഈ സൗജന്യമായി 10-60 വർഷമായിട്ട് വലിച്ചു കയറ്റി വിടുന്ന ഈ സാധനത്തിന് ഇത്ര വിലയുണ്ടായിരുന്നോ എന്ന് അന്ന് തിരിച്ചറിഞ്ഞു. ഈ സാധനം ഏതെങ്കിലും ഹോസ്പിറ്റലുകാർ ഒരാഴ്ച തന്നാൽ ഇറങ്ങിപ്പോകുമ്പോൾ ഒരു നല്ല ബില്ല് കൈ തരും. ഒരാഴ്ച ഈ ഓക്സിജൻ വലിച്ചതിന്റെ ബില്ലാണ്. അങ്ങനെയാണെങ്കിൽ 60 വർഷം, 70 വർഷം, 40 വർഷം നീ ഇത് പിടിച്ചതിന് ദൈവം ബില്ല് വെച്ചായിരുന്നെങ്കിൽ, ഹല്ലേലൂയ. ഒരിക്കൽ ഞാനൊരു കപ്പ് ചായ കുടിക്കുന്നതിന് മുൻപ് സ്തോത്രം എന്ന് പറഞ്ഞു, അറിയാതെ നമ്മൾ അങ്ങനെ പറഞ്ഞു പോവും, പറയാറുണ്ട്. ഫുഡ് കൊണ്ടുവെക്കുമ്പോൾ പ്രാർത്ഥിക്കാറുണ്ട്, എന്തെങ്കിലും കുടിക്കാൻ എടുക്കുമ്പോൾ സ്തോത്രം കർത്താവേ എന്നറിയാതെ പറയാറുണ്ട്. അല്ലെങ്കിൽ നമ്മളത് അങ്ങനെ ശീലിച്ചു, നമ്മൾ അങ്ങനെ സ്തുതിക്കാറുണ്ട്. അത് കേട്ടിട്ട് അവിശ്വാസിയായ ഒരു സഹോദരൻ എന്നോട് ചോദിച്ചു, നിങ്ങൾ ഈ ചായ കുടിക്കുമ്പോഴും സ്തോത്രം പറയേണ്ട കാര്യമുണ്ടോ? ഞാൻ ആ പുള്ളിയോട് ചോദിച്ചൊരു കാര്യമുണ്ട്. ഇതേ ചായ സ്പൂണിനകത്ത് ഇങ്ങനെ കൊടുക്കുന്നത് കണ്ടിട്ടുണ്ടോ? ട്യൂബിനകത്തൂടെ വെള്ളം കൊടുക്കുന്നത് കണ്ടിട്ടുണ്ടോ? ഒരു സ്പൂൺ വെള്ളം അകത്തോട്ട് കൊടുത്തപ്പോ അത് അതുപോലെ ഛർദ്ദിക്കുന്ന കണ്ടിട്ടുണ്ടോ? അതിനൊന്നും ഇടവരാതെ ഇരുന്ന് കുടിക്കാനുള്ള അവസരം ദൈവം തന്നത് കൊണ്ടാണ് അതിന് സ്തോത്രം ചെയ്തേ. ഹല്ലേലൂയ. ഇന്ന് രാത്രിയിൽ ഞാൻ ഇവിടെ വന്ന് ഇരിക്കുന്നത് ദൈവത്തിന്റെ കൃപയാണ്. ഞാൻ അനുഭവിക്കുന്നതെല്ലാം ദൈവത്തിന്റെ ദാനമാണ്. സർവോപരി ഞാൻ ദൈവത്തിന്റെ ദാനമാണ്. രക്ഷ ദൈവത്തിന്റെ ദാനമാണ്. പരിശുദ്ധാത്മാവ് ദൈവത്തിന്റെ ദാനമാണ്. ആമേൻ. ഇന്ന് രാത്രിയിൽ ഞാൻ അനുഭവിക്കുന്ന എല്ലാം ദൈവത്തിന്റെ ദാനമാണ്. നീ ദൈവത്തിന്റെ ദാനവും. ഒന്നാമത് അറിയേണ്ടത് യു ആർ ദ ഗിഫ്റ്റ് ഓഫ് ഗോഡ്. നീ ദൈവത്തിന്റെ ദാനവും. രണ്ടാമത് അറിയേണ്ടത് നിന്നോട് കുടിക്കാൻ ചോദിച്ചവൻ ആരെന്നും, നിന്നോട് വെള്ളം കുടിക്കാൻ ചോദിച്ചവൻ ആരെന്നും നീ അറിഞ്ഞിരുന്നെങ്കിൽ, ഒന്ന് നീ ആരെന്ന് മനസ്സിലാക്കുക, നീ ദൈവത്തിന്റെ ദാനമാണ്. രണ്ട്, നിന്റെ ദൈവം ആരാണെന്ന് നീ മനസ്സിലാക്കുക. നിന്നോട് കുടിക്കാൻ ചോദിച്ചവൻ ആരെന്നും നീ മനസ്സിലാക്കിയിരുന്നെങ്കിൽ, നിന്റെ അടുക്കൽ ഇപ്പോൾ വന്നിരിക്കുന്നവൻ ആരെന്ന് നീ തിരിച്ചറിഞ്ഞിരുന്നെങ്കിൽ, നീ അവനോട് ചോദിക്കുകയും നീ അവനോട് ചോദിച്ചാൽ നിന്റെ അപ്പനും അപ്പാപ്പന്മാരും കുടുംബക്കാരും നാട്ടുകാരും ഭർത്താവും ഭാര്യയും
ഉലകത്തിലെ ഒരു മതവും ഒരു സംഘടനയും ഒരു ഡിനോമിനേഷനും നിനക്ക് തരാൻ കഴിയാത്ത ജീവനുള്ള Hallelujah. Hallelujah. ജീവനുള്ള Hallelujah. ജീവനുള്ള വെള്ളം എന്നേക്കും നിന്റെ ദാഹത്തെ പോക്കുന്ന വെള്ളം അവൻ നിനക്ക് തരുമായിരുന്നു. ഉടനെ ഈ സഹോദരി ചോദിക്കുന്നു, അവൾ ഒത്തിരി ബ്രോക്കൺ ആണ്. ഞാൻ look at that word. That word is important. യജമാനനെ, നിങ്ങൾ ആ വേർഡ് ശ്രദ്ധിച്ചോ? ആദ്യം എന്താണ് അവൾ യേശുവിനെ സംബോധന ചെയ്തത്? യഹൂദനെ, നീ ഒരു യഹൂദൻ ആയിരിക്കെ ശമരിയക്കാരിയായ എന്നോട് വെള്ളം കുടിക്കാൻ ചോദിക്കുന്നത് എന്ത്? ആദ്യം വിളിച്ചത് എന്താ? യഹൂദൻ. കുറച്ചുകൂടെ കർത്താവിനോട് സംസാരിച്ചു കഴിഞ്ഞപ്പോൾ, കുറച്ചും കൂടെ മിണ്ടിക്കഴിഞ്ഞപ്പോൾ, കുറച്ചും കൂടെ അടുത്ത് കഴിഞ്ഞപ്പോൾ അവൾ പിന്നെ സംബോധന ചെയ്ത എന്താ? യജമാനൻ, അഡോനായ്. അബ്രഹാം ദൈവത്തെ സംബോധന ചെയ്തിരുന്ന വേർഡാണ് അഡോനായ്. ഹല്ലേലൂയ. യജമാനനെ, നിനക്ക് കോരുവാൻ പാത്രമില്ലല്ലോ, നിന്റെ കയ്യിൽ തൊട്ടിയും കയറുമൊന്നും ഞാൻ കാണുന്നില്ലല്ലോ, ഈ കിണറും ഒത്തിരി ആഴമുള്ളതാണല്ലോ, പിന്നെ നീ പറയുന്ന ഈ ജീവനുള്ള വെള്ളം എവിടുന്ന് നീ കൊണ്ടുവരുമെന്നാ പറയുന്നേ? ഇന്ന് രാത്രിയിൽ ഇത് തൊട്ടിയും കയറിലും കോരുന്ന വെള്ളമല്ല. ഇത് മനുഷ്യൻ നിനക്ക് തരുന്നതല്ല. ഇന്ന് രാത്രിയിൽ ഈ ലോകത്തിലെ ഒന്നിനും അടങ്ങാൻ കഴിയാത്ത, തൃപ്തി തരാൻ കഴിയാത്ത, ഈ ലോകത്തിലെ ഒന്നിനും നിനക്ക് സാറ്റിസ്ഫാക്ഷൻ തരാൻ കഴിയാത്തത് ക്രിസ്തുവിൽ നിനക്ക് ലഭ്യമാണ് എന്ന് രാത്രിയിൽ വിശ്വസിക്കുക. Look at this. 15ാമത്തെ വാക്യത്തിൽ സ്ത്രീ അവനോട്, യജമാനനെ, എനിക്ക് ദാഹിക്കാതെയും ഞാൻ വെള്ളം കോരാൻ ഇത്രയും ദൂരം ഇവിടം വരെ വരാതിരിക്കേണ്ടതിന് നീ പറഞ്ഞ വെള്ളം എനിക്ക് കിട്ടിയാൽ നന്നായിരുന്നു. യേശു പറഞ്ഞു, നീ പോയി നിന്റെ ഭർത്താവിനെ വിളിച്ചോണ്ട് വരാൻ പറഞ്ഞു. അപ്പോഴാണ് അവൾ പറഞ്ഞത്, എനിക്ക് ഭർത്താവില്ല, എനിക്ക് ഭർത്താവില്ല. ഐ ഹാവ് നോ ഹസ്ബൻഡ്, എനിക്ക് ഭർത്താവില്ല. യേശു അവളോട്, 5 ഭർത്താക്കന്മാർ നിനക്കുണ്ടായിരുന്നു, ഞാൻ നിന്റെ പാസ്റ്റ് അറിയുന്നു. ഇപ്പോഴുള്ളവൻ നിന്റെ ഭർത്താവല്ല, ഞാൻ നിന്റെ പ്രസന്റ് അറിയുന്നു. ഞാൻ നിന്റെ പാസ്റ്റ് അറിയുന്നു, ഞാൻ നിന്റെ പ്രസന്റ് അറിയുന്നു. ഇപ്പോഴുള്ളവൻ നിന്റെ ഭർത്താവല്ല. ഉടനെ ഇവളുടെ ജീവിത രഹസ്യത്തെ അവൻ വെളിപ്പെടുത്തിയപ്പോൾ അവൾ പറഞ്ഞു, നീ ഒരു പ്രവാചകൻ എന്ന് ഞാൻ കാണുന്നു. ആദ്യം എന്ത് വിളിച്ചേ? യഹൂദൻ അല്ലേ? രണ്ടാമത് എന്നാ വിളിച്ചേ? യജമാനൻ. കുറച്ചും കൂടെ വർത്താനം പറഞ്ഞ് കുറച്ചും കൂടെ മിണ്ടിയപ്പോൾ എന്നാ വിളിച്ചേ? യു ആർ ദ പ്രൊഫറ്റ്, നീ ഒരു പ്രവാചകൻ എന്ന് ഞാൻ കാണുന്നു. യേശു അവളോട് വീണ്ടും സംസാരിക്കുകയാണ്. ആ കോൺവെർസേഷൻ വീണ്ടും മുന്നോട്ട് പോകുകയാണ്. വേദപുസ്തക ചരിത്രത്തിൽ ആദ്യമായി ഹൗ ടു വർഷിപ്പ് ദ ലോർഡ്, ദൈവത്തെ എങ്ങനെയാണ് ആരാധിക്കേണ്ടത് എന്ന് ദൈവം വെളിപ്പെടുത്തിയത് ജീവിതം തകർന്ന ഒരു സ്ത്രീക്കാണ്. ഞാൻ എപ്പോഴും ഇത് കാണുന്നു. പലപ്പോഴും ശക്തിയോടെ ദൈവത്തെ ആരാധിക്കുന്നത് ഒത്തിരി തകർച്ചയുടെ നടുവിലൂടെ പോകുന്നവരാണ്. ഒത്തിരി പ്രതിസന്ധികൾ. ഇന്ന് തൃശ്ശൂരിൽ വലിയ ആരാധന ഇല്ലാത്തത്, വലിയ ശബ്ദങ്ങൾ ഇല്ലാത്തത്, വലിയ പാട്ടുകൾ എനിക്ക് കേൾക്കാൻ കഴിയാത്തത്, ഇവിടുത്തെ വർഷിപ്പ് ടീമും പ്രസംഗിക്കാൻ നിന്നവരും കുറച്ചൊക്കെ സ്ട്രഗിൾ ചെയ്യേണ്ടി വരേണ്ടത് അത്യാവശ്യം കാശും അത്യാവശ്യമുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ വേറെ എന്തോ ഒരു കുഞ്ഞു 2-3 പ്രശ്നമുണ്ട്. അതിനൂടെ ഒന്ന് വിടുതലാകാൻ വന്ന, അതുകൂടെ വിടുതലായി കഴിഞ്ഞാൽ പിന്നെ ഈ പരിസരത്ത് പോലും കാണുകയില്ല, ആരും മിണ്ടുന്നില്ല.
Hallelujah. You come to Kottarakara, please. ഞങ്ങളുടെ ഗ്രാമത്തിൽ, ഞങ്ങളുടെ ദേശത്തിൽ, കൊട്ടാരക്കര എന്ന ഞങ്ങളുടെ പട്ടണത്തിൽ വാ. ജീവിതം തകർന്നവരെങ്ങനെ ആരാധിക്കുന്നതെന്ന് അവർ കാണിച്ചു തരും. Hallelujah. Hallelujah. തകർച്ചയുടെ ബ്രോക്കൺ മാൻ ആയിരുന്ന ദാവീദ്, ഹൃദയം നുറുങ്ങിയ മനുഷ്യനായിരുന്ന ദാവീദ്, പഞ്ഞിനൂൽ വസ്ത്രം ധരിച്ച് നൃത്തം ചെയ്ത് ദൈവത്തെ ആരാധിക്കുമ്പോൾ കൊട്ടാരത്തിൽ സ്വർണ്ണ കരണ്ടിയുമായി ജനിച്ച മീഖളിന് ആ വർഷിപ്പ് മനസ്സിലാകുന്നില്ല. She is not understanding that worship. സ്വന്തം ഭാര്യയാണെങ്കിൽ പോലും ദാവീദിനെ ക്രിട്ടിസൈസ് ചെയ്യുകയാണ്, വിമർശിക്കുകയാണ്. കാരണം സ്വർണ്ണക്കരണ്ടിയുമായി ജനിച്ചവർക്ക്, അല്ലലറിയാതെ വളർന്നവൾക്ക് ആരാധനയുടെ വില അറിയുമോ? എന്നാൽ ജീവിതത്തിലെ പ്രതിസന്ധികളുടെ നടുവിൽ, വെല്ലുവിളികളുടെ നടുവിൽ, നിന്ദയുടെ നടുവിൽ, ഒറ്റപ്പെടലുകളുടെ നടുവിൽ, ആമേൻ, ആരാധന മധ്യയിൽ ദൈവത്തിന്റെ മഹത്വം അനുഭവിച്ചവർ, ദൈവത്തിന്റെ ശക്തി അനുഭവിച്ചവർ ഇന്ന് രാത്രിയിൽ ഇവിടെ ഉണ്ടെങ്കിൽ അവർ ശബ്ദം ഉയർത്തി ദൈവത്തിന് നന്ദി പറയാൻ തയ്യാറാകും. യേശുവോട് പറഞ്ഞ സ്ത്രീയെ, എന്റെ വാക്ക് വിശ്വസിക്കുക. നിങ്ങൾ പിതാവിനെ നമസ്കരിക്കുന്നത് ഈ മലയിലുമല്ല, യെരൂശലേമിലുമല്ല എന്ന നാഴിക വരുന്നു. 22-ാമത്തെ വാക്യത്തിൽ പറയുന്നു, നിങ്ങൾ അറിയാത്തതിനെ നമസ്കരിക്കുന്നു, ഞങ്ങളോ അറിയുന്നതിനെ നമസ്കരിക്കുന്നു. രക്ഷ യഹൂദന്മാരുടെ ഇടയിൽ നിന്നല്ലോ വരുന്നത്. 23-ാം വാക്യത്തിൽ യേശു പറയുന്നു, സത്യ നമസ്കാരികൾ പിതാവിനെ ആത്മാവിലും സത്യത്തിലും നമസ്കരിക്കുന്ന നാഴിക വരുന്നു, ഇപ്പോൾ വന്നുമിരിക്കുന്നു. തന്നെ നമസ്കരിക്കുന്നവർ ഇങ്ങനെ ഉള്ളവർ ആയിരിക്കണമെന്ന് പിതാവ് ഇച്ഛിക്കുന്നു. ഈ തൃശൂർ പട്ടണത്തിൽ ഈ നിലകളിലുള്ള 10,000-ങ്ങളെ പരിശുദ്ധാത്മാവ് എഴുന്നേൽപ്പിക്കട്ടെ. ആ കൈകൾ അടിച്ചെന്ന് രാത്രിയിൽ കർത്താവിന് നന്ദി പറഞ്ഞേ. Thank you, Holy Spirit. പുതിയ നിയമ ചരിത്രത്തിൽ ആദ്യമായി how to worship the Lord, ദൈവത്തെ എങ്ങനെയാണ് ആരാധിക്കേണ്ടതെന്ന് യേശു ക്ലാസ് എടുത്തത് പരീശനല്ല. യേശു ക്ലാസ് എടുത്തത് എല്ലാം തികഞ്ഞ പുരോഹിതനോടല്ല. how to worship the Lord, ദൈവത്തെ എങ്ങനെ ആരാധിക്കണമെന്ന് യേശു പറഞ്ഞു കൊടുത്തത് ജീവിതം തകർന്ന ഒരു സ്ത്രീയോടാണ്. Hallelujah. Finally, കുറച്ചും കൂടെ യേശു അവളോട് സംസാരിച്ചു കഴിഞ്ഞപ്പോൾ 25-ാമത്തെ വാക്യത്തിൽ പറയുന്നു, സ്ത്രീ അവനോട്, മശിഹ എന്ന് വെച്ചാൽ ക്രിസ്തു വരുന്നു എന്ന് ഞാൻ അറിയുന്നു. 26-ാമത്തെ വാക്യത്തിൽ അവൾ പറയുന്നു, അവളോട് യേശു പറയുന്നു, ഞാൻ തന്നെ മശിഹ എന്ന് പറഞ്ഞു. ആദ്യം അവൾക്ക് യേശു യഹൂദനായിരുന്നു, ഇതൊരു മതമായിരുന്നു. ഈ വെളിയിലൂടെ കറങ്ങി നടക്കുന്നവന് ഇതൊരു മതമാണ്, ക്രിസ്തീയ മതം. യു അണ്ടർസ്റ്റാൻഡ് മീ? കുറച്ചും കൂടെ അടുത്തോട്ട് വരുന്നവന് ഇതിനകത്ത് എന്തൊക്കെയുണ്ട്, ചിലപ്പോൾ യജമാനനായി ഫീൽ ചെയ്യും. കുറച്ചും കൂടെ അകത്ത് കയറി വന്ന് 2-3 വചനമൊക്കെ കേട്ട് കഴിയുമ്പോ, ദൈവത്തിന്റെ ആത്മാവ് ഒരു ആലോചനയൊക്കെ പറഞ്ഞു കഴിയുമ്പോൾ എന്നെ അറിയുന്നൊരു ദൈവം ഉണ്ടെന്ന് മനസ്സിലാകും. കുറച്ചും കൂടെ അടുത്ത് കഴിയുമ്പോൾ എന്റെ രക്ഷകൻ, എന്റെ വീണ്ടെടുപ്പുകാരൻ, എന്റെ ദൈവമായവൻ, എന്റെ മശിഹ യേശുവാണെന്ന് മനസ്സിലാക്കും. ആദ്യം നിനക്കവൻ യജമാനനായിരിക്കും, യഹൂദനായിരിക്കും, പിന്നെ അവൻ യജമാനനായിരിക്കും, പിന്നെ കുറച്ചുകൂടെ കഴിയുമ്പോൾ അവൻ പ്രവാചകനാകും, എന്നാൽ കുറേയും കൂടെ അടുക്കുമ്പോൾ അവൻ മശിഹായാകും. ഇന്ന് രാത്രിയിൽ നീ ക്രിസ്തുവിനോട് അടുത്തു വരിക, കുറേയും കൂടെ അടുത്തു വരിക, വചനത്തോട് കുറേയും കൂടെ അടുത്തു വരിക, ദൈവത്തിന്റെ സ്നേഹത്തോട് കുറേയും കൂടെ അടുത്തു വരിക. അവന്റെ വചനത്തിന്റെ ആഴങ്ങൾ അവൻ ആഴമായി 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 നിനക്ക് വെളിപ്പെടുത്തി തരും. ഒരിക്കൽ ഞാനും ഇതുപോലെ ചിന്തിച്ച ആളാണ്. കൈകൊട്ടുന്നവർ, ബഹളം ഉണ്ടാക്കുന്നവർ, പെന്തിക്കോസുകാർ, വേറൊരു കൂട്ടം, വേറൊരു മതം, വേറൊരു റിലീജിയൻ. നോ നോ, ദൈവത്തോട് അടുക്കുക, സത്യ ദൈവത്തോട് അടുക്കുക, തന്റെ വചനത്തോട് അടുക്കുക. അടുക്കും തോറും
നിന്റെ അകത്ത് വെളിപ്പാടുകളുടെ ആഴം, ക്രിസ്തുവിനെ കുറിച്ചുള്ള റെവലേഷൻസ് നിങ്ങളിൽ വർദ്ധിക്കും. ഇനി കേട്ടെ, 5 ഡിവോഴ്സ് കഴിഞ്ഞവളാണ് അവൾ. ഡിവോഴ്സിന് വേണ്ടി ഒരു ഭർത്താവ് പേപ്പർ കൊടുത്തിരിക്കുന്നു എന്ന് പ്രവചനാത്മാവിൽ ഒരു സ്ത്രീയെ ഫൈൻഡ് ചെയ്ത് പിടിച്ചപ്പോ തന്നെ അവരുടെ നിലവിളി ഇന്ന് ഞാൻ കണ്ടു. അപ്പോൾ 5 ഡിവോഴ്സ് കഴിഞ്ഞവളുടെ അവസ്ഥ എന്നായിരിക്കും? She's a broken one. അവൾ ബ്രോക്കൺ ആണ്. പക്ഷേ ഉടഞ്ഞ പാത്രങ്ങളെ പണിയുന്നവന്റെ അടുക്കലാണ് അവൾ വന്നത്. പ്രവാചകനായ യിരെമ്യാവിനോട് ദൈവം പറയുന്നു, നീ ആ പാത്രം ഉടഞ്ഞത് കണ്ടോ? ഉടഞ്ഞ പാത്രത്തെ കുശവൻ മറ്റൊരു പാത്രമാക്കി മാറ്റി എന്ന് എഴുതിയിരിക്കുന്ന പോലെ ഉടഞ്ഞ പാത്രത്തെ പണിയുന്ന ക്രിസ്തുവിന്റെ അരികിലാണ് അവൾ വന്നത്. എന്ത് സംഭവിച്ചു? കുടിക്കാൻ വെള്ളം കോരാൻ കൊണ്ടുവന്ന പാത്രം ഇവൾ താഴെ വെച്ചിട്ട് ഇവൾ ശമരിയ പട്ടണത്തിലേക്ക് ഓടി. എന്നിട്ട് പറഞ്ഞു, ഞാൻ രക്ഷകനെ കണ്ടെത്തി, ഞാൻ മശിഹായെ കണ്ടെത്തി. Listen, this is very important message. ഇവൾ വന്നത് കുടിവെള്ളം കോരാനാണ്. കുടിവെള്ളം എന്ന് പറയുന്നത് ഭൗതിക വിഷയമാണ്. പറഞ്ഞേ, വന്നത്, ഉറക്കെ പറയണ, വന്നത് ഭൗതിക വിഷയത്തിന് വേണ്ടിയാണ്. പക്ഷെ ഇപ്പോൾ ക്രിസ്തു ആരെന്ന് അവൾ അറിഞ്ഞു കഴിഞ്ഞപ്പോൾ ഈ കുടിക്കാൻ വെള്ളം കോരാൻ കൊണ്ടുവന്ന കുടവും വെള്ളവും അവൾ വിട്ട് മറന്ന് ഈ ക്രിസ്തുവിനെ പ്രഘോഷിക്കാൻ അവൾ ഇറങ്ങി ഓടുകയാണ്. വന്നത് ഭൗതിക വിഷയത്തിനാണെങ്കിലും അറിഞ്ഞത് ആത്മീയമായതുകൊണ്ട് ഇപ്പോൾ അവളുടെ വിഷയം ഭൗതികമല്ല, ആത്മീകമാണ്. How many people are understanding this? ഞാനും നിങ്ങളും, ഒരുപക്ഷെ നിങ്ങളിൽ പലരും ഇതിനകത്ത് കയറി വന്നത് ജോലി കിട്ടാൻ, കടഭാരം മാറാൻ, സൗഖ്യം പ്രാപിക്കാൻ, സമാധാനം ഉണ്ടാകാൻ, കള്ളുകുടി മാറാൻ, മുട്ടുവേദന സൗഖ്യമാകാൻ, കുടുംബത്തിൽ ഒരു സന്തോഷം ലഭിക്കാൻ. നിങ്ങളുടെ ഭൗതിക ആവശ്യങ്ങൾക്ക് വേണ്ടിയായിരിക്കും നിങ്ങൾ ഇതിൽ വന്നു കയറിയത്. പക്ഷേ ഇതിനകത്ത് ജീവിതത്തിന്റെ സമാധാനത്തിനും സൗഖ്യത്തിനും വിടുതലിനും വേണ്ടി വന്നു കയറിയ വ്യക്തി ജീവനുള്ള ദൈവമാരെന്ന്, ക്രിസ്തുവാരെന്ന്, വചനമെന്തെന്ന് അറിഞ്ഞു കഴിഞ്ഞപ്പോൾ ഇപ്പോ അവരുടെ വിഷയം കടമോ രോഗമൊന്നും അല്ല. ഇപ്പൊ അവരുടെ വിഷയം ജീവനുള്ള ദൈവമാണ്. ഇപ്പൊ അവരുടെ വിഷയം കർത്താവിന്റെ മടങ്ങി വരവാണ്. ഇപ്പോൾ അവരുടെ വിഷയം ക്രിസ്തുവിനോടുള്ള ബന്ധമാണ്. ഇത് അനുഭവിച്ചവർ ഇവിടെ ഉണ്ടെങ്കിൽ ഇന്ന് രാത്രിയിൽ അവർ ശബ്ദമുയർത്തി come on തൃശൂർ, കൈകൾ അടിച്ച് ദൈവത്തിന് നന്ദി പറഞ്ഞേ. ഒരു ബ്രോക്കൺ വെസൽ, ഹൃദയം നുറുങ്ങിയ ഒരു സഹോദരി, ജീവിതം തകർന്ന ഒരു മകൾ, അവൾ ക്രിസ്തുവിനെ കണ്ടെത്തിയപ്പോൾ കുടിക്കാൻ വെള്ളം കോരാൻ കൊണ്ടുവന്ന കുടം കിണറ്റുകരയിൽ കളഞ്ഞിട്ട് അവൾ പട്ടണത്തിലേക്ക് ഓടി. മണിക്കൂറുകൾക്കകത്ത് ശമരിയ പട്ടണം മുഴുവൻ ഇളക്കി മറിച്ച് അവിടുത്തെ മുഴുവൻ ജനങ്ങളെയും കൂട്ടി അവൾ യേശുവിന്റെ അരികിൽ വന്നു. ഫേസ്ബുക്ക് ഇല്ല, വാട്സാപ്പ് ഇല്ല, ഇൻസ്റ്റഗ്രാം ഇല്ല, ടെലിവിഷൻ ഇല്ല, ഒന്നുമില്ല. പക്ഷേ ഒരൊറ്റ സ്ത്രീ, ഒരു സഹോദരി, അവൾ പട്ടണത്തിൽ ഇറങ്ങി അവളുടെ അനുഭവം പങ്കുവെച്ചപ്പോൾ ഒരു പട്ടണം മുഴുവൻ, ഒരു പട്ടണം മുഴുവൻ യേശുവിന്റെ അരികിൽ വന്നെങ്കിൽ ഉടഞ്ഞുപോയ പാത്രമാകുന്ന നിന്നെ വലിയ ഉണർവിന് വേണ്ടി ദൈവത്തിന് ഉപയോഗിക്കാൻ കഴിയും. ഇത് ഇന്ന് രാത്രിയിൽ ഏറ്റെടുക്കുന്നവർക്ക് ദൈവത്തെ സ്തുതിക്കുകയാണ്. അവരൊന്ന് കരമടിച്ച് ദൈവത്തെ നന്ദി പറയാമോ? ഓ നിങ്ങൾ എത്ര വർഷമായി ക്രിസ്തുവിനെ അറിഞ്ഞിട്ട്?
നിങ്ങൾ എത്ര നാളായി ദൈവത്തെ അറിഞ്ഞിട്ട്? നിങ്ങൾ എത്ര പേരെ അവന്റെ അരികിലേക്ക് കൊണ്ടുവന്നു? ഈ സഹോദരി യേശുവിനെ അറിഞ്ഞിട്ട്, അവൻ ആരെന്ന് മനസ്സിലാക്കിയിട്ട് 1 മണിക്കൂർ തികച്ചായില്ല. 1 മണിക്കൂർ തികച്ചായില്ല. അവൾ പുറത്തേക്ക് ഓടുകയാണ്. അറിഞ്ഞത് അറിയിക്കാൻ, അനുഭവിച്ചത് പങ്കുവെക്കാൻ. ഓ, താങ്ക് യു ഹോളി സ്പിരിറ്റ്. ഇപ്പോൾ ശമരിയ പട്ടണം ഇളകി മറിയുന്നത് ഞാൻ ചിന്തിക്കുന്നു. ഈ ശമരിയാക്കാരി സ്ത്രീ കേരളത്തിലായിരുന്നെങ്കിൽ ഒരിക്കലും ഈ ജനം വരത്തില്ല. ഇതിലെ ലവളല്ലേ ആദ്യം? ഇതിലെ ലവളല്ലേ? ഇതവനല്ലേ? ഇവളല്ലേ 5 കല്യാണം കഴിച്ചവള്? ഇവിടെ സുവിശേഷമാണോ ഞാൻ കേൾക്കണ്ടേ? Thank you, Holy Spirit. Thank you, Jesus. ഞാൻ പറഞ്ഞത് ശരിയാണോ? Yes, yes. ഇത് നിങ്ങളുടെ അയൽവക്കത്തുള്ള ഒരു സ്ത്രീയാണെന്നിരിക്കട്ടെ. ഇവൾ നിങ്ങളോട് വന്ന് പറയാ, ഇന്നലെ രാത്രി ഈശോ മിശിഹാ എനിക്ക് പ്രത്യക്ഷപ്പെട്ടു. ഞാനിപ്പോൾ ആ പഴയ ആളല്ല. എന്റെ ജീവിതത്തിലുള്ള സത്യങ്ങളെല്ലാം വെളിപ്പെടുത്തി. ഞാനിപ്പോ പുതിയ ആളായി. എങ്ങനെ രക്ഷപ്പെടും? എങ്ങനെ രക്ഷിക്കും? I'm praying and crying. വിധിക്കുന്ന നിന്റെ മനോഭാവം, കുറ്റം കണ്ടുപിടിക്കുന്ന നിന്റെ സ്വഭാവം, ആരെയും അംഗീകരിക്കാത്ത നിന്റെ ഹൃദയം, ദൈവം തമ്പുരാൻ പ്രത്യക്ഷപ്പെട്ടെന്ന് പറഞ്ഞാൽ പോലും വിശ്വസിക്കാൻ പറ്റാത്ത കഠിന ഹൃദയം. പക്ഷേ താങ്ക് യു ജീസസ്. Thank you, Lord, for Abraham. Thank you, Lord, for Elijah. Thank you, Lord, for Gideon. Thank you, Lord, for Samaritan woman. Thank you, Lord, for Rahab. Thank you, Lord, for Joseph. Thank you, Lord, for Peter. He denied you, Lord. You accepting all the people. You loving everyone, Lord. നിന്റെ ഹൃദയം എന്റെ ജനത്തിന് കൊടുക്കണമേ. നിന്റെ ഹൃദയം നിന്റെ മക്കൾക്ക് കൊടുക്കണമേ. Thank you, Holy Spirit. അവൾ പട്ടണത്തിലേക്ക് ഓടി. നിമിഷങ്ങൾക്കകം ആ പട്ടണം മുഴുവൻ യേശുവിന്റെ അരികിൽ വന്നു. ബ്രോക്കൺ വെസൽ, തകർക്കപ്പെട്ടവൾ, നുറുക്കപ്പെട്ടവൾ, 5 ഡിവോഴ്സ് കഴിഞ്ഞവൾ, ജീവിതത്തിന് അർത്ഥവും യാഥാർത്ഥ്യമില്ലാത്തവൾ ഇന്ന് സുവിശേഷകയായിരിക്കുന്നു. ശമരിയ പട്ടണത്തിന്റെ വിടുതലിന് വേണ്ടി, ഉദ്ധാരണത്തിന് വേണ്ടി ദൈവം ഉപയോഗിച്ചത് ഒരു റവറൻ ഡോക്ടറിനെ അല്ല. നോ, Samaritan woman. Amen.
Shamarita Nomar. She's a broken vessel. Thank you, Holy Spirit. The Pastor Christy ഇവിടെ ജോസഫിനെ കുറിച്ച് പ്രസംഗിച്ചതായി ഞാൻ മനസ്സിലാക്കുന്നു. You preached, right? ബൈബിളിൽ ഇതുപോലെ ബ്രോക്കൺ ആയ ഒരു ചെറുപ്പക്കാരനുണ്ടോ? ഇതുപോലെ ബ്രോക്കൺ ആയ ഒരു മനുഷ്യനുണ്ടോ? കൊച്ചു പ്രായത്തിൽ ഒരു സ്വപ്നം കണ്ടതിന്റെ പേരിൽ, അത് സഹോദരന്മാരോട് പറഞ്ഞു പോയതിന്റെ പേരിൽ പൊട്ടക്കിണറ്റിൽ എറിയപ്പെട്ടവൻ. ഇതൊക്കെ ഈ കഥ പോലെ കേട്ടാൽ നല്ല രസമാണ് കേൾക്കാൻ. യാഥാർത്ഥ്യത്തിലേക്ക് വരണം. ശമരിയക്കാരി സ്ത്രീയെ കുറിച്ചൊക്കെ പറയുമ്പം എന്നോ ആവേശ. പക്ഷെ ശമരിയക്കാരി സ്ത്രീയെ പോലൊരു സ്ത്രീ നിന്റെ അടുത്ത് യോഗത്തിന് വന്നിരിക്കണം. അന്നേരം അറിയാം നീ ആരാണ്. പടകിൽ വള്ളത്തിൽ വെള്ളം കയറി, കാറ്റടിച്ചു, തിരമാലകൾ ഉയർത്തുന്നാതാ, ഞങ്ങൾ നശിച്ചു പോകുന്ന വിചാരമില്ല. അവരുടെ ബോട്ട് മുങ്ങാറായി. അവർ നിലവിളിച്ചു. ഓ ഹല്ലേലൂയ, ഗ്ലോറി. എന്നാ രസ പറയാൻ. ഇവിടുന്ന് അങ്ങോട്ട് പോകുമ്പം നിന്റെ വണ്ടി ഒരു കട്ടറ വീഴുമ്പം നീ പിറുപിറുക്കാൻ തുടങ്ങും. ആരും മിണ്ടുന്നില്ലല്ലോ. ഹല്ലേലൂയ, ഹല്ലേലൂയ. Thank you, Holy Spirit. Amen. ഞാൻ യഹോവയെ കാത്തിരിക്കും, എന്നെ ദൈവം കൊന്നാലും കാത്തിരിക്കും. എന്തെല്ലാം പ്രശ്നങ്ങൾ വന്നാലും ഞാൻ ക്ഷമയോടെ കർത്താവേ കാത്തിരിക്കുന്ന ആളാണ്. ഒരു ചിക്കൻ ബിരിയാണി ഓർഡർ ചെയ്തിട്ട് 15 മിനിറ്റ് താമസിച്ചു ആ സാധനം വരാൻ. എഴുന്നേറ്റ് പോയ ആളാ. ആരും മിണ്ടുന്നില്ല. ക്ഷമയോടെ വർഷങ്ങൾ കാത്തിരിക്കാൻ പോകുന്നത്. ഒരു ചിക്കൻ ബിരിയാണി ഓർഡർ ചെയ്ത് 20 മിനിറ്റായി ഫുഡ് വരാൻ. എന്നായോ ഫുഡ് എടുക്കാത്ത ചിന്തിച്ച് നിന്റെ ഫുഡ് വേണ്ട എന്ന് പറഞ്ഞ് 20 മിനിറ്റ് കഴിഞ്ഞപ്പോ എഴുന്നേറ്റ് പോയ ആളാ ഇനി 20 വർഷം കാത്തിരിക്കാൻ പോകുന്നത്. പറയാൻ എളുപ്പമുണ്ട്, പലതും കേൾക്കാൻ എളുപ്പമുണ്ട്, കൈയടിക്കാൻ എളുപ്പമുണ്ട്. യാഥാർത്ഥ്യത്തിലേക്ക് നീ ഇറങ്ങുമ്പോഴാണ് നിന്റെ ദൈവം ആരെന്നും അനുഭവങ്ങൾ എന്തെന്നും നീ മനസ്സിലാക്കുന്നത്. My people. Thank you, Holy Spirit. Thank you, Jesus. Amen. ഇതൊരു യാഥാർത്ഥ്യമാണ്. Joseph, listen. I'm going to finish this session. I want to pray for you. Joseph was a broken vessel. He's a broken vessel. Thank you, Holy Spirit. പക്ഷേ ഈ ജോസഫിനെ നോക്കി യാക്കോബിന്റെ 12 മക്കളിൽ ഇളയവനായ 12 മക്കളിൽ ജോസഫിനെ നോക്കി 49 അധ്യായം 22 മുതലുള്ള വാക്യങ്ങൾ. ജോസഫ് ഫലപ്രദമായൊരു വൃക്ഷം, നീരുറവിനരികെ ഫലപ്രദമായൊരു വൃക്ഷം തന്നെ. അതിന്റെ കൊമ്പുകൾ മതിലിന്റെ മേൽ പടരുന്നു. വില്ലാളികൾ അവനെ വിഷമിപ്പിച്ചു. അവർ എയ്തു, അവനോട് പൊരുതി. അവന്റെ വില്ല് ഉറപ്പോടെ നിന്നു. അവന്റെ ഭുജം യാക്കോബിന്റെ വല്ലഭന്റെ കയ്യാൽ ബലപ്പെട്ടു. ഇസ്രയേലിന്റെ പാറയായ ഇടയന്റെ നാമത്തിൽ തന്നെ. ഒരാളിയ പറഞ്ഞേ. യാക്കോബ് ജോസഫിനെ നോക്കി പ്രവചിക്കുകയാണ്. ജോസഫെ, നീ ആകുന്ന വൃക്ഷം. യു ആർ ദ ബ്രോക്കൺ വെസൽ. സഹോദരന്മാർ നിന്നെ പൊട്ടക്കിണറ്റിൽ തള്ളിയിട്ടു. പൊത്തീഫറിന്റെ ഭാര്യ നിനക്ക് വിരോധമായി അപവാദങ്ങൾ പറഞ്ഞു. നിനക്ക് ജയിലിൽ കിടക്കേണ്ടി വന്നു. നീ ഒറ്റപ്പെട്ടു. പക്ഷേ നീ ആകുന്ന കൊമ്പ് മതിലിന്റെ മുകളിലൂടെ പടരും. ഈ ഒരു വാഗ്ദത്തം ജോസഫിന്റെ മേലിൽ കിടക്കുകയാണ്.
ഇന്ന് രാത്രിയിൽ നീ എത്ര ബ്രോക്കൺ ആണെങ്കിലും ഇത് ലൈവിൽ കാണുന്ന ആ ദൈവദാസനോട് കർത്താവ് പറയുന്നു, ആ കുടുംബത്തോട് ദൈവം പറഞ്ഞു, നീ എത്ര ബ്രോക്കൺ ആണെങ്കിലും നിന്റെ മേളിൽ കിടക്കുന്ന വാഗ്ദത്തം നിന്നെ പണിത് ഉയർത്തിയിരിക്കും. സകല മതിലുകളെയും പടർന്ന് അതിന്റെ മുകളിലൂടെ നീ കയറി പോയിരിക്കും. ഓ ജീസസ്, ഇന്ന് രാത്രി തകർന്ന ജീവിതങ്ങളോട് ഞാൻ പറയുന്നു, മുറിവേറ്റ യെരുശലേമിൽ നിന്ന് എമ്മൗസിലേക്ക് കടന്നുപോയ കുടുംബത്തെ തിരിച്ചു പിടിച്ച കർത്താവ് ഇന്ന് രാത്രി നിന്നോട് പറയുന്നു, ഞാൻ നിന്നെ തിരിച്ചു പിടിച്ചിരിക്കും. I want to preach a lot of things. എനിക്ക് ജോസഫിനെ തൊട്ടാൽ തിരിച്ചിറങ്ങി വരാൻ പറ്റുകയില്ല. ഹല്ലേലൂയ. ചേർന്നൊരു ആമീൻ പറയാമോ? ജോസഫ് യേശു ക്രിസ്തുവിന് നിഴലായിരുന്നു. ബിക്കോസ് ജോസഫ് ലവ്സ് ബൈ ഫാദർ. പിതാവിനാൽ സ്നേഹിക്കപ്പെട്ട മകനായിരുന്നു ജോസഫ്. യേശു തന്റെ പിതാവിനാൽ സ്നേഹിക്കപ്പെട്ട ഏകജാതനായ പുത്രനായിരുന്നു. ജോസഫ് ഹേറ്റഡ് ബൈ ബ്രദേഴ്സ്. ജോസഫ് സഹോദരങ്ങളാൽ വെറുക്കപ്പെട്ടവനും അവഗണിക്കപ്പെട്ടവനുമായിരുന്നു. യേശുവിന്റെ സഹോദരന്മാർ യേശുവിനെ അംഗീകരിച്ചില്ല. ജോസഫിനെ അവർ വലിയൊരു പൊട്ടക്കിണറ്റിൽ, ഒരു പിറ്റിൽ അവർ വലിച്ചെറിഞ്ഞു. യേശുവിനെ ക്രൂശിച്ച് കല്ലറയ്ക്കകത്തടക്കി. ജോസഫിനെ സഹോദരന്മാർ 3-ാം നാൾ അടുത്ത ദിവസം പുറത്തെടുത്തു. യേശുവിനെ പിതാവായ ദൈവം 3-ാം നാൾ ഉയർപ്പിച്ചു. ഹല്ലേലൂയ. ജോസഫ് അധികാരം പ്രാപിച്ചു കഴിഞ്ഞപ്പോൾ ജാതികീയായ ഒരു സ്ത്രീയെ വിവാഹം ചെയ്ത് അവന്റെ വലത്തു ഭാഗത്തിരുത്തി. ഹല്ലേലൂയ. ഒരു മിസ്രൈമ്യ പെൺകുട്ടിയെ ജോസഫ് വിവാഹം കഴിച്ചു. യേശു മരിച്ചടക്കപ്പെട്ട് ഉയർത്തെഴുന്നേറ്റ് കഴിഞ്ഞപ്പോൾ ജാതികളായ നമ്മെ അവന്റെ മണവാട്ടിയാക്കി മാറ്റി. അവന്റെ മണവാട്ടിയാക്കി മാറ്റി. ലോട്ട് ഓഫ് തിങ്സ് റിലേറ്റഡ് ടു ജോസഫ്. ജോസഫ് ഒരു ബ്രോക്കൺ വെസൽ ആയിരുന്നു. പക്ഷേ ജോസഫിനെ ദൈവം മാനിച്ചു. അവനാകുന്ന കൊമ്പ് മതിലിന്റെ മേൽ പടർന്നു. അവന്റെ അപ്പനും അവന്റെ സഹോദരങ്ങൾക്കും ബെന്യാമീനെ ഏറ്റവും ഇളയ സഹോദരനെ കണ്ട് ജോസഫ് പൊട്ടിക്കരഞ്ഞു നിലവിളിച്ചു. ലോർഡ് ബ്ലെസ്ഡ് ഹിം അബണ്ടന്റ്ലി. ജോസഫിന്റെ പ്രതിസന്ധികൾ അവനെ എണ്ണാവുന്നതായിരുന്നു. ഞാനൊരു വാക്യം, just I want to read it, one word. Oh, where is that? Thank you Holy Spirit. Thank you Holy Spirit. Rakashala mananana. Genesis chapter 41. ഉൽപ്പത്തി 41, 48, 49. ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പോവുകയാണ്. മിസ്രൈം ദേശത്ത് സുഭിക്ഷിത ഉണ്ടായ 7 സംവത്സരത്തിൽ ധാന്യമൊക്കെയും ശേഖരിച്ച് പട്ടണങ്ങളിൽ സൂക്ഷിച്ചു. ഓരോ പട്ടണങ്ങളിലും ചുറ്റുവട്ടത്തുള്ള നിലങ്ങളിലും ധാന്യം സൂക്ഷിച്ചു. അടുത്ത വാക്യത്തിൽ ഇതുണ്ട്, അങ്ങനെ ജോസഫ് കടൽക്കരയിലെ മണൽ പോലെ ഏറ്റവും വളരെ ധാന്യം ശേഖരിച്ചു. അളക്കാൻ കഴിവില്ലായകയാൽ അളവ് നിർത്തിവെച്ചു. For it was without number. Yes. Look at the word. That word is very important. For it was without number. ജോസഫിനെ ദൈവം അനുഗ്രഹിച്ചപ്പോൾ അവൻ ബ്രോക്കൺ ആയിരുന്നു. ദൈവം അവനെ ബ്ലസ് ചെയ്തപ്പോൾ അവന്റെ അനുഗ്രഹങ്ങൾ അവന് എണ്ണാൻ കഴിഞ്ഞില്ല. അവന്റെ പ്രശ്നങ്ങൾ അവൻ എണ്ണാൻ കഴിയും. He can count. Joseph can count his problems. Brothers, അവന്റെ സഹോദരങ്ങൾ, പൊട്ടക്കിണറ്, പൊത്തീഫറിന്റെ ഭാര്യ, മിസ്രൈമ്യ അടിമച്ചന്ത, കാരാഗ്രഹം, എങ്ങനെ എണ്ണിയാലും 5 വിരലിൽ ഒതുങ്ങുന്ന പ്രശ്നമേ ജോസഫിനുള്ളായിരുന്നു. സഹോദരങ്ങൾ, പൊട്ടക്കിണർ, പൊത്തീഫറിന്റെ ഭാര്യ, മിസ്രൈമ്യ അടിമച്ചന്ത, കാരാഗ്രഹം, ഇതിനപ്പുറമായി ഞാൻ ജോസഫിൽ മറ്റ് പ്രതിസന്ധികൾ കാണുന്നില്ല. 5 വിരലിൽ എണ്ണിയാൽ തീരുന്ന പ്രതിസന്ധിയെ അവനുണ്ടായുള്ളൂ. പക്ഷെ സ്വർഗത്തിലെ ദൈവം തന്റെ വാഗ്ദത്തം അവന്റെ മേൽ നിവർത്തിച്ചപ്പോൾ അവന്റെ അനുഗ്രഹങ്ങൾ അവനെ എണ്ണാൻ കഴിഞ്ഞില്ല. That it was without number. Without number. ഇന്ന് രാത്രിയിൽ നീ ഒരു ബ്രോക്കൺ ആണോ? ഹൃദയം തകർന്ന വ്യക്തിയാണോ? നിന്റെ പ്രതിസന്ധികളെ ഓരോ ദിവസവും നീ എണ്ണുകയാണോ? ഓരോ ദിനരാത്രങ്ങളും ഇങ്ങനെ കഴിച്ചു കൂട്ടി പോകുകയാണോ? നീ എഴുതി വെച്ചുകൊള്ളുക. ഇന്ന് രാത്രി നീ വിശ്വസിക്കുക, നിനക്ക് എണ്ണിയാൽ പിടിക്കാൻ കഴിയാത്ത നിലകളിൽ ദൈവത്തിന്റെ പ്രവൃത്തി യേശുവിൻ നാമത്തിൽ വെളിപ്പെടാൻ പോവുകയാണ്. Stand on your feet everyone, please. I request
Everyone, can you please come forward? എല്ലാവരും ഒന്ന് മുൻപിലേക്ക് വന്ന്. മോനെ, you sit there. നടക്കാൻ വയ്യാത്ത മോനെ, you sit there. Everyone, all the people in the back side. Thank you, Holy Spirit. I'm going to pray for you. Broken vessels. Hallelujah. Abraham, Elijah, Moses, Gideon, Joseph, Job. He was a broken man. He's a broken man. Thank you, Holy Spirit. ആരോഗ്യപരമായും സാമ്പത്തികപരമായും കുടുംബ ജീവിതത്തിലൊക്കെ തകർച്ചകൾ ഏറ്റുവാങ്ങിയവനാണ് ജോബ്. ജോബിന്റെ ഭാര്യ ജോബിനോട് പറഞ്ഞു, നിങ്ങൾ എന്തിനാണ് ഇങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നത്? നിങ്ങൾ ഇങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നിട്ട് എന്ത് ചെയ്യാനാണ്? എല്ലാം നഷ്ടപ്പെട്ടില്ലേ? You are the broken man. You are the broken man. Can you please come forward? Come to close. Over there. കുറച്ചുകൂടെ ആ സൈഡിലെല്ലാം. Over there. 2 volunteers are. നോവയെ കുറിച്ച് ഞാൻ വായിക്കുന്നത്, നോവയുടെ മകൻ അപ്പന്റെ നഗ്നത വെളിപ്പെടുത്തി അപ്പൻ മദ്യപാനിയാണെന്ന് ദേശത്ത് മുഴുവൻ പറഞ്ഞുകൊണ്ട് നടന്നു. നോവ is a broken man. ദാവീദ് തന്റെ മകനായ അബ്ശാലോം തനിക്കെതിരെ തിരിഞ്ഞപ്പോൾ തലയിൽ പൂഴിമണ്ണ് വാരിയിട്ട് വീട്ടിനകത്തുനിന്ന് നിലവിളിച്ചോണ്ടിറങ്ങി ഓടിയ ആളാണ്. ഞാൻ തിരുവഴുത്തിൽ കാണുന്ന പലരും ബ്രോക്കൺ ആയിരുന്നു. യാക്കോബ്, he was a cheater. അവൻ ഒരു വഞ്ചകനായിരുന്നു. He's a cheater. Thank you, Holy Spirit. David, he committed the great sin of adultery. He's a sinner. He was a sinner. He was a murderer. He's a broken man. David. Jonah. Hallelujah. He ran from Lord. അവൻ ദൈവത്തിൽ നിന്നും ഓടിപ്പോയവനായിരുന്നു. അവൻ ദൈവം പറഞ്ഞ ദിശയിൽ നിന്ന് മാറിപ്പോയവനായിരുന്നു. പക്ഷെ ഈ ബ്രോക്കൺ വെസലുകളെ എല്ലാം ദൈവം ഒരു അത്ഭുതമാക്കി മാറ്റി. നീ ഒരു ഉടഞ്ഞ പാത്രമായിരിക്കാം, ഒരു തകർന്ന ഹൃദയത്തോടെ ആയിരിക്കാം ഇന്ന് രാത്രി ഈ പ്രാർത്ഥനയിൽ വന്ന് നിൽക്കുന്നേ. No one is understanding me, Lord. എന്നെ ആരും മനസ്സിലാക്കുന്നില്ലയോ കർത്താവേ എന്ന് നീ ചോദിക്കുന്നതായിരിക്കാം. അബ്രഹാമിനെ മനസ്സിലാക്കിയ ദൈവം, യാക്കോബിനെ മനസ്സിലാക്കിയ ദൈവം, നോഹയെ മനസ്സിലാക്കിയ ദൈവം, ഏലിയാവിനെ മനസ്സിലാക്കിയ ദൈവം, രാഹാബ് എന്ന് പറയുന്ന വേശ്യ സ്ത്രീ ദാവീദിന്റെ വല്യമ്മയായി മാറി, ബോവസിന്റെ അമ്മയായി മാറി. Thank you, Jesus. വേദപുസ്തക ചരിത്രത്തിൽ ആ സഹോദരിക്ക് ഇടമുണ്ടായി. മനുഷ്യൻ തള്ളിയതിനെ ദൈവം മൂലക്കല്ലാക്കി മാറ്റി. മനുഷ്യൻ തള്ളിയതിനെ ദൈവം മൂലക്കല്ലാക്കി മാറ്റും. നുറുക്കപ്പെട്ട നിന്നെ ഇന്ന് രാത്രിയിൽ ദൈവം പണിതുയർത്തും. തകർന്ന നിന്റെ കുടുംബ ജീവിതത്തെ ഇന്ന് രാത്രി ദൈവം പണിതുയർത്തും. എനിക്ക് എന്റെ ആത്മാവിൽ അറിയാം, എന്റെ ഭാവി എന്താകുമെന്ന് ചോദിക്കുന്ന നിന്റെ മുൻപിൽ പലതും ഒരു എംപ്റ്റിയായി ശൂന്യമായി നിൽക്കുകയാണ്. പക്ഷെ പരിശുദ്ധാത്മാവ് ഇന്ന് രാത്രിയിൽ ആ ശൂന്യതയിലേക്ക് ഒരു നിറവിനെ കൊണ്ടുവരാൻ ആഗ്രഹിക്കുന്നു. Thank you, Holy Spirit. രാത്രിയിൽ എലിസബത്തിനെ സന്ദർശിച്ച ദൈവം, യുവർ സിസ്റ്റർ, ഏബ്രഹാമിനെ സന്ദർശിച്ച ദൈവം നിന്നെ സന്ദർശിക്കുകയാണ്. God is visiting your family tonight. God is visiting. Respects that brother green and red. God is visiting your family tonight. നിന്റെ നിന്ദകളെ ദൈവം മാറ്റും. നിന്റെ നിന്ദകളെ ദൈവം മാറ്റും. Thank you, Holy Spirit of the Lord. Shakatala mama rentalaba. Reshamatuliriantala mananashasi. എല്ലാം തടസ്സങ്ങൾ എന്നതുപോലെ നിൽക്കുന്ന നിന്റെ ഭാവി ഒന്നും ശരിയാകുന്നില്ല. എല്ലാം ബ്ലോക്ക് ആകുകയാണ്. എങ്ങും ഒരു വഴിയും നിന്റെ മുമ്പിൽ തുറക്കപ്പെടാതെ കിടക്കുമ്പോൾ
ഇന്ന് രാത്രി സ്വർഗത്തിന്റെ കരം നിനക്ക് വേണ്ടി ചലിക്കുകയാണ് മൈ ബ്രദർ. Oh, Spirit of the Lord, I thank you, Holy Spirit. Holy Spirit. God is understanding you, my brother. God is understanding you, my sister. You can see your tears. He's not an accuser. He's not a criticizer. He's a Abba. He's a loving father. He's a loving father. Thank you, Holy Spirit. അപ്പന്റെ സ്നേഹം കിട്ടാതെ പോയവർ ഇതിനകത്ത് നിപ്പുണ്ട്. അമ്മയുടെ സ്നേഹം കിട്ടാതെ പോയവർ ഇതിനകത്ത് നിപ്പുണ്ട്. വീട്ടിനകത്തുനിന്ന് കുടുംബത്തിനകത്തുനിന്ന് റിജക്ഷനുകൾ അനുഭവിച്ചവർ ഇതിനകത്ത് നിപ്പുണ്ട്. ഒത്തിരി കളിയാക്കലുകൾ കേട്ടവർ, നിന്ദകൾ കേട്ടവർ ഇതിനകത്ത് നിപ്പുണ്ട്. ഇന്ന് പകൽ, ഇന്ന് രാത്രിയിൽ ഓടി വന്ന് നിന്നെ മാറോട് അടയ്ക്കുന്ന ഒരു അപ്പായെ നിനക്കതിൽ കാണാൻ കഴിയുന്നുണ്ടോ? ഓ ശതമാറിയാ. യെസ്, ആ കൈകൾ ഉയർത്തി അപ്പാ എന്ന് വിളിക്കാമോ? Thank you, Holy Spirit. സാറയുടെ ഗർഭപാത്രത്തിന്റെ നിർജീവത്വം ഗ്രഹിച്ചിട്ടും തന്റെ ശരീരത്തിന്റെ ബലം ക്ഷയിച്ചത് താൻ അറിഞ്ഞിട്ടും he was really broken man. Was really broken man. കല്യാണം കഴിഞ്ഞ് ഒരു 4 വർഷം കഴിയുമ്പോൾ ആളുകൾ ചോദിച്ചു തുടങ്ങും, മക്കളൊന്നും ആയില്ലേ, മക്കളൊന്നും ആയില്ലേ എന്ന്. അബ്രഹാം ഇത് കേൾക്കാൻ തുടങ്ങിയിട്ട് വർഷങ്ങളായി. 99ാമത്തെ വയസ്സിലും ഈ ചോദ്യചിഹ്നമായി തന്നെ നിൽക്കുകയാണ്. പക്ഷേ 75ാമത്തെ വയസ്സിൽ തന്റെ കാതിൽ കേട്ട വാഗ്ദത്തം 100ാമത്തെ വയസ്സിൽ അബ്രഹാമിന്റെ ജീവിതത്തിൽ നിറവേറുകയാണ്. ബ്രോക്കൺ മാൻ യാക്കോബ്
അവനെ കുറിച്ച് പറയുന്നത് ഒരു ചതിയൻ, വഞ്ചകൻ, ചീറ്റർ. പക്ഷേ ആ ബ്രോക്കൺ മാനെ വീടും നാടും ഊരും എല്ലാം വിട്ട് കല്ല് തലയണയാക്കി രാത്രിയിൽ ലൂസ് എന്ന് പറയുന്ന സ്ഥലത്ത് വന്ന് കിടന്നുറങ്ങിയ ആ മനുഷ്യനെ ദൈവം ഇസ്രായേലാക്കി മാറ്റി. ദൈവം ഇസ്രായേലാക്കി മാറ്റി. You are a broken man. നിങ്ങളൊരു ബ്രോക്കൺ വെസൽ ആണോ? God want to use you. Yes. God want to use you. Yes. ദൈവത്തിന് നിന്നെ ഉപയോഗിക്കുവാനുണ്ട്. ദൈവത്തിന് നിന്നെ ഉപയോഗിക്കുവാനുണ്ട്. Thank you, Holy Spirit. ഏലിയാവ് ദൈവത്തോട് പറഞ്ഞു, ദൈവമേ എനിക്ക് മരിക്കണം, എനിക്കിനി ജീവിക്കണ്ട. ദൈവത്തോട് അവൻ പ്രാർത്ഥിച്ചു. ആ ഏലിയാവിനെ ഇസ്രായേലിന്റെ പ്രവാചകനാക്കി, ശ്രേഷ്ഠനായ പ്രവാചകനാക്കി, അനേക തലമുറകളെ അഭിഷേകം ചെയ്ത് എഴുന്നേൽപ്പിച്ച മനുഷ്യനാക്കി ദൈവം മാറ്റിയെങ്കിൽ നിന്നെ ദൈവത്തിന് ഉപയോഗിക്കണം. ദൈവമേ, നീ ഞങ്ങളുടെ കൂടെ ഉണ്ടെങ്കിൽ ഞങ്ങൾക്ക് ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നത് എന്ത്? പിതാക്കന്മാരുടെ ദൈവം എവിടെ? അത്ഭുതങ്ങൾ എവിടെ എന്ന് ചോദിച്ച ഗിദയോനെ ഒരൊറ്റ മനുഷ്യനാക്കി നിർത്തി ഇസ്രായേലിനെ ജയം കൽപ്പിക്കുവാൻ ദൈവം ഉപയോഗിച്ചെങ്കിൽ God want to use you. God want to use you. 5 ഡിവോഴ്സ് കഴിഞ്ഞ ശമരിക്കാരി സ്ത്രീയെ ശമരിയ പട്ടണത്തിന്റെ ഉണർവിനായി യേശുവിനെ ഉപയോഗിക്കാൻ കഴിഞ്ഞെങ്കിൽ God want to use you. God want to use you. ചെങ്ങല കൊണ്ട് കെട്ടിയാൽ ചെങ്ങല പൊട്ടിക്കുന്നവനെ, വസ്ത്രം ധരിക്കാതെ കല്ലറയിൽ കിടന്നുറങ്ങുന്ന ഭൂതഗ്രസ്തനെ, ബ്രോക്കൺ മാൻ, ബ്രോക്കൺ മാൻ, ദെക്കേപുലി എന്ന് പറയുന്ന ദേശത്തിന്റെ സുവിശേഷകനാക്കി ദൈവം അവനെ മാറ്റിയെങ്കിൽ God want to use you. God want to use you. യിരെമ്യാവേ, എനിക്ക് നിന്നോട് അറിയിപ്പാനുള്ളത്, നിന്നെ അറിയിക്കേണ്ടതിന് നീ എഴുന്നേറ്റ് കുശവന്റെ ശാലയിലേക്ക് ചെല്ലുക. ഞാൻ എഴുന്നേറ്റ് കുശവന്റെ ശാലയിൽ ചെന്നപ്പോൾ അവന്റെ ചക്രത്തിൽ അവൻ കളിമണ്ണ് കൊണ്ടൊരു പാത്രം ഉണ്ടാക്കുകയായിരുന്നു. ഞാൻ നോക്കി നിൽക്കുമ്പോൾ ആ പാത്രം പാതി വഴിയിൽ ചീത്തയായി പോയി. എന്നാൽ കുശവൻ അതിനെ തനിക്ക് തോന്നിയതുപോലെ മറ്റൊരു പാത്രമാക്കി മാറ്റി, മറ്റൊരു പാത്രമാക്കി മാറ്റി. പാതി വഴിയിൽ തകർന്ന നിന്റെ സ്വപ്നങ്ങൾ, പാതി വഴിയിൽ തകർന്ന നിന്റെ ജീവിതം, പാതി വഴിയിൽ തകർന്ന നിന്റെ എല്ലാ വിഷനുകളും ഇന്ന് രാത്രി ദൈവം തിരിച്ചു കൊണ്ടുവരികയാണ്. പരിശുദ്ധാത്മാവ് ഇന്ന് രാത്രിയിൽ നിന്നെ പണിതെടുക്കുകയാണ്. ദൈവത്തിന്റെ കരം ഇന്ന് രാത്രിയിൽ നിങ്ങളെ സൗഖ്യമാക്കുവാൻ ആഗ്രഹിക്കുകയാണ്. എന്റെ അകത്ത് പൊട്ടിക്കരയുന്ന ഒരു അഭിഷേകം ചലിക്കുന്ന എനിക്കറിയാം. ദൈവ സാന്നിധ്യം ഇന്ന് രാത്രി നീ ചലിക്കുന്ന എനിക്കറിയാം. ഹൃദയം നുറുങ്ങിയവർക്ക് യഹോവ സമീപസ്ഥൻ, മനസ്സ് തകർന്നവരെ അവൻ രക്ഷിക്കുന്നു. ദൈവത്തിന്റെ ഹനനയാഗങ്ങൾ നുറുങ്ങി തകർന്നുമിരിക്കുന്ന ഹൃദയം, തകർന്നിരിക്കുന്ന ഹൃദയത്തെ ദൈവമേ നീ നിരസിക്കത്തില്ല, നീ നിരസിക്കത്തില്ല. Thank you, Jesus. So live is continuing. ഓൺലൈനിൽ എന്നെ കാണുന്ന പ്രിയപ്പെട്ടവർക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു യേശുവിന്റെ നാമത്തിൽ. No need to cut the live. No need. I want to pray for the people. Please help me, Emmanuel. Thank you, Holy Spirit. Only I prophesied over there. That's family. You don't go there. Thank you, Holy Spirit. ഞാൻ ചോദിക്കുന്നു, എന്നോട് ഈ വചനങ്ങളിലൂടെ കർത്താവ് സംസാരിക്കുകയാണെന്നുള്ളവർ കൈകൾ ഉയർത്തിപ്പിടിച്ചു. പരിശുദ്ധാത്മാവേ, ഇന്ന് രാത്രിയിൽ നിന്റെ കരം എന്നെ സ്പർശിക്കണമേ. അബ്രഹാമിന്റെ ദൈവം എന്റെ ദൈവം, ഗിദയോന്റെ ദൈവം എന്റെ ദൈവം, ഏലിയാവിന്റെ ദൈവം എന്റെ ദൈവം, ശമരിയക്കാരി സ്ത്രീയുടെ യേശു എന്റെ യേശു. സ്വർഗത്തിന്റെ കരം യേശുവിന്റെ നാമത്തിൽ ഇന്ന് രാത്രി ചലിക്കപ്പെടട്ടെ.
എന്റെ ഭാവി എനിക്ക് കാണാൻ പറ്റുന്നില്ല, എന്റെ നാളുകളെ എനിക്ക് കാണാൻ കഴിയുന്നില്ല. പക്ഷെ എന്റെ നാളുകളെ അറിയുന്നവനായ ദൈവം, എന്റെ നാളുകളെ കാണുന്ന കർത്താവ് ഇന്ന് രാത്രിയിൽ ഇതിന്റെ മധ്യയിലുണ്ട്. താങ്ക് യു ജീസസ്, താങ്ക് യു ജീസസ്. നിന്റെ ബിസിനസിന്റെ മേളിൽ, നിന്റെ കുടുംബത്തിന്റെ മേളിൽ, നിന്റെ സാമ്പത്തിക പരാജയങ്ങളുടെ മേളിൽ യഹോവയുടെ കരം ഇന്ന് രാത്രി ചലിക്കാൻ പോവുകയാണ്. ഒരു വാഗ്ദത്തമെങ്കിലും നിന്റെ മേളിൽ ഇന്ന് രാത്രി നിപ്പുണ്ടെങ്കിൽ ആ വാഗ്ദത്തം പരിശുദ്ധാത്മാവ് സ്പിരിച്വൽ തലത്തിൽ ആക്ടിവേറ്റഡ് ആകുകയാണ്. കർത്താവിലുള്ള സൗഖ്യത്തെ, ഭയങ്കര ഹീലിംഗുകളെ ഇന്ന് രാത്രി ഈ കൂട്ടത്തിലേക്ക് ദൈവം അയക്കുകയാണ്. യേശുവേ, യേശുവേ, എന്റെ ജീവിതത്തെ ഞാൻ അങ്ങേക്ക് തരുന്ന കർത്താവേ, എന്നെ പൂർണ്ണമായി സമർപ്പിക്കുന്ന കർത്താവേ. ഓ അവരുടെ കൈകളൊന്ന് ഉയർത്തി പിടിച്ച് sing it the lyrics once again, the highest stage. സുഖമുള്ള കാലത്തു കണ്ണുനീർ നേരത്തു യേശു മാത്രം മതി. Name of Jesus. Oh, Shabba ba 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 ba. In your presence here, Lord. Feel your glory, glory, glory. In the name of Jesus. Thank you, Jesus. You are expecting a deliverance, a healing from the Lord. God will heal you. നിങ്ങളൊരു സൗഖ്യം കർത്താവിൽ നിന്ന് പ്രതീക്ഷിക്കുന്നെങ്കിൽ നിങ്ങളുടെ രോഗമുള്ള ഭാഗങ്ങളിൽ നിങ്ങളുടെ കരങ്ങളെ വയ്ക്കുക. യേശു, കർത്താവിന്റെ കരം നിങ്ങൾക്ക് സൗഖ്യം തരാൻ പോവുകയാണ്.